പഴയ കാലത്ത് ഓതുന്ന ഹദീസ് ഓതിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ആൾക്കാർ ഉസ്താദ് ആ ഹദീസ് ഇനി മുതൽ ഓതാൻ പാടില്ല. കാരണം നമ്മളെ ആൾക്കാരൊന്നും ഇപ്പൊ ആ ലെവലല്ല. അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ഉസ്താദ് ആവുമ്പോ നേരെ തിരിച്ചു ഓതേണ്ടി വരും എന്ന് പറയും ആളുകൾ. ദുനിയാവ് വിശ്വാസിയുടെ ജയിലാണ്. ജയിലില് പരിപൂർണ സുഖം കിട്ടും. പരിധിയില്ലേ, പരിമിതിയില്ലേ, എല്ലാറ്റിനും പരിധിയുണ്ട്. ഭക്ഷണമാകട്ടെ, വെള്ളമാകട്ടെ, സൗകര്യങ്ങളാകട്ടെ ഒക്കെ പരിമിതമായ സൗകര്യമാണ്. അന്നും ഇന്നും ജയിൽവാസത്തിന്റെ സ്വഭാവം അതാണ്. മുഅ്മിനായ മനുഷ്യന്റെ ജയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തൊടാൻ പറ്റൂല, ഹറാമാണ്. ഇങ്ങോട്ട് നോക്കാൻ പറ്റൂല, ഹറാമാണ്. അങ്ങോട്ട് പോയി ചാടാൻ പറ്റൂല, ഹറാമാണ്. അപ്പൊ പരിധിയായ ഹലാലിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നീ കഴിയണം. നിന്റെ ജയില് ആ ഹറാമുകളാണ്. അതിലേക്ക് നീ തൊടാൻ പാടില്ല, നോക്കാൻ പാടില്ല, സ്പർശിക്കാൻ പാടില്ല, സ്വീകരിക്കാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല. എല്ലാം നിനക്ക് ലിമിറ്റ് ചെയ്തു പോയി. അതേ സമയത്ത് ഈമാനില്ലാത്ത മനുഷ്യനോ അവന് നിയമങ്ങളില്ലല്ലോ, നിബന്ധനകളില്ലല്ലോ. എന്തും യഥേഷ്ടം സ്വീകരിക്കാം, എന്തും ഭക്ഷിക്കാം, എന്തും കുടിക്കാം, ഏത് വിധേനയും ഉല്ലസിക്കാം. എല്ലാ സ്ഥലങ്ങളിലേക്കും വിശ്വാസികൾക്ക് പോകാൻ പറ്റൂല. എല്ലാ സ്ഥലങ്ങളിലും പോയി നമുക്ക് ഇരിക്കാൻ പറ്റൂല. എല്ലാ സ്ഥലങ്ങളിലും യഥേഷ്ടം പോയി നമുക്ക് സഞ്ചരിക്കാൻ പറ്റൂല. തടസ്സങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ഈ നിയമമില്ലാത്തവനോ ഏത് സ്ഥലത്തേക്കും പോകാം, എങ്ങനെയും സുഖിക്കാം, ഏതും കുടിക്കാം, എന്തും ഭുജിക്കാം. അയാൾക്ക് ഇന്നതേ ഉള്ളൂ എന്ന തീരുമാനമില്ലല്ലോ. അതുകൊണ്ടാണ് അത്തരക്കാരെ പറ്റി അള്ളാഹ് പറഞ്ഞത് വയക്കുലൂന കമാ തഅകുലുൽ അൻആം. ദുനിയാവിലെ സുഖിയന്മാര് അവര് ഭക്ഷിക്കുന്നു, കമാ തഅകുലുൽ അൻആമു, കന്നുകാലികൾ ഭക്ഷിക്കും പോലെ. കാട്ടിൽ പോകുന്ന പശുക്കള്, ആടുകളെ നോക്ക് നിങ്ങൾ. ഒരു ഇല മാത്രമേ അവർ കടിക്കൂ, ഭക്ഷിക്കൂ എന്നില്ല. അവർക്കൊരു വേലി അല്പം ഇങ്ങനെ പൊളിഞ്ഞു കണ്ടാൽ അത് ആരാന്റെ ഒരു പറമ്പാണ് എന്നവർക്ക് നിയമമില്ല. അവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കുഴിച്ചിട്ടിട്ട് നല്ല വിലപിടിപ്പുള്ള ഒരു ചെടിയാണ് പൊങ്ങി വരുന്നത്. അതിന്റെ തൂമ്പ് കടിക്കാൻ പാടില്ല എന്നും നിയമങ്ങളില്ല. ദുനിയാവ് ആർക്കാണോ അല്ലാഹ് സ്വർഗമാക്കി പറഞ്ഞത് അവര് ദുനിയാവിൽ ഭക്ഷിക്കും. കമാ തഅകുലുൽ അൻആമു, കന്നുകാലികൾ ഭക്ഷിക്കും പോലെ. നിയമങ്ങളില്ല, അവർക്ക് പരിധികളില്ല. അവനാന്റെതെന്നോ ആരാന്റെതെന്നോ വേർപ്പെടുത്തപ്പെട്ട നിയമങ്ങളില്ല. ഇഷ്ടം പോലെ കിട്ടുന്നിടത്തുനിന്ന് കിട്ടുന്നത് മുഴുവനും മാന്തിപ്പിടിച്ച് പൊക്കിപ്പിടിച്ച് പറ്റിച്ച് പിടിച്ച് എങ്ങനെയും സുഖിക്കാം. പക്ഷേ അവസാനം അല്ലാഹ് പറഞ്ഞു വന്നാറു മസ്വല്ലഹും, നരകമാണ് അവരുടെ സങ്കേതം. അവർക്ക് പോയി കിടക്കാനുള്ള സ്ഥലം നരകമാണ്. നമ്മളും അവരെ പോലെയായാലോ? അതാണ് അല്ലാഹു നേരത്തെ സൂചിപ്പിച്ചത്. ആഖിറമാകുന്ന ലോകത്ത് രണ്ട് രൂപങ്ങളുണ്ട്. ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? വഫിൽ ആഖിറത്തി അദാബുൻ ശദീദ് വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ. കടുത്ത ശിക്ഷയുണ്ട് ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് അല്ലാഹുവിന്റെ മഗ്ഫിറത്തും അല്ലാഹുവിന്റെ പൊരുത്തവുമുണ്ട്. ഏത് ഭാഗമാണ് സ്വീകരിക്കേണ്ടത്? ഏത് രൂപമാണ് സ്വീകരിക്കേണ്ടത്? ആ ചെറുപ്പക്കാരന്റെ മനസ്സിൽ ദുനിയാവും ആഖിറവും ഇങ്ങനെ മിന്നിമറയുകയാണ്. അവസാനം ദുനിയാവ് അവനെ കീഴ്പ്പെടുത്തിയിട്ട് മുതലാളിയോട് പറഞ്ഞു നിങ്ങളെ കൂടെ കൂടാം. മുതലാളി പറഞ്ഞെങ്കിൽ ശരി, നീ ഒക്കെ റെഡിയാക്കും, ടിക്കറ്റ് ഒക്കെ റെഡിയാക്കും, ഞാൻ അടുത്ത മാസം പോകും, എന്റെ കൂടെ പോരണം. അങ്ങനെ പോയി, കൂടെ പോയി. അയാൾക്ക് വലിയൊരു മാർക്കറ്റ്. ആ മാർക്കറ്റിൽ എന്താ ഉള്ളത്? ആടിനെ അറുത്ത് ബിരിയാണി ആക്കിയിട്ട് ചെമ്പ് ഓരോ ടൈമിൽ ഇങ്ങനെ നിശ്ചിത ആളുകളിലേക്ക് കൊടുക്കണം. തെറ്റൊന്നുമില്ലല്ലോ? തെറ്റുണ്ടോ? തെറ്റൊന്നുമില്ല. എന്താ കണ്ട മാത്രമേ തെറ്റൊന്നുമില്ല. പക്ഷേ മുതലാളി ഇയാളോട് പറഞ്ഞു, ചിലപ്പോ വലിയ കല്യാണങ്ങളൊക്കെ വരുമ്പോ, നല്ല ശ്രദ്ധിക്കട്ടോ, വലിയ കല്യാണങ്ങളൊക്കെ വരുമ്പോ 50 ആട് 100 ആടൊക്കെ ഇറക്കാനുണ്ടാവും. അപ്പൊ ബിരിയാണിയിൽ ഇങ്ങനെ പീസാക്കി ഇല്ല, ആടെ മൊത്തം ഇങ്ങനെ കൊണ്ട് ചെമ്പിലിടൂലല്ലോ, പീസാക്കി ഇടും. അങ്ങനെയുള്ള വലിയ വലിയ കല്യാണങ്ങൾ വരുമ്പോ ഒരു 20 ആടിനെ അങ്ങോട്ട് മാറ്റി വെക്കണം. 20 ആടിനെ മാറ്റി വെക്കണോ? 100 ആടിനെ തന്നാൽ 80 ആടിനെ അറുത്തിട്ട് നല്ല ബിരിയാണി ആക്കിയിട്ട് ചെമ്പിൽ കൊടുക്കും. ചെമ്പ് തുറന്നിട്ട് ഇപ്പൊ ഓരോരുത്തർ എല്ല് എണ്ണാൻ നിൽക്കുവോ? കല്യാണത്തിന് കൊണ്ടാലേ എല്ല് എണ്ണാൻ നിൽക്കുക. അപ്പൊ ആ ചെമ്പ് അങ്ങനെ കണക്കിന് അങ്ങനെ പോകും.
100 ആടിനെ അർത്ഥത്തിനാണ് കാശ് വാങ്ങുന്നത്. 100 ആടിനെ അർത്ഥത്തില്ല. തെറ്റൊന്നവിടെ. 20 ആടിനെ കട്ടെടുത്തു വെച്ചു. പിന്നെ വേറെ ആളുകൾ ആടിനൊക്കെ നിങ്ങളെ തന്നെ സ്വീകരിച്ചിട്ട് ഒരു 10 ആടിന്റെ ഒരു ബിരിയാണി ആക്കി തരുന്ന പറയുമ്പോൾ ഇതിൽ നിന്നൊരു 10 ആട് എടുത്തിട്ട് അവർക്ക് ബിരിയാണി കൊടുക്കുന്നു. കണ്ടാ, കാശ് വാങ്ങുന്നു. അങ്ങനെ ആകുമ്പോ ഈ ചെറുപ്പക്കാരന് ഒരു മാസം കൊണ്ട് തന്നെ 5 ലക്ഷം 6 ലക്ഷം കിട്ടുന്നു. കാരണം ഓരോ ദിവസവും 20 ആടിന് എടുത്തു വെച്ചാൽ എത്ര കാശായി? നോക്കൂ സഹോദരങ്ങളെ, ചതിയാണ്. തസ്കരന്മാരായ രൂപത്തിൽ ജനങ്ങളെ വെട്ടിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ബന്ധിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ നിയമങ്ങൾ എതിർത്തുകൊണ്ട് ചെയ്യുന്ന ചതിയാണ്. വിശ്വസിച്ച് ഏൽപ്പിച്ചതിലാണ് ഈ ചതി ചെയ്യുന്നത്. 100 ആടുകളെ കൊടുത്തിട്ട് ബിരിയാണിയാക്കാൻ വേണ്ടി കൊടുത്തത്, മന്തിയാക്കാൻ വേണ്ടി കൊടുത്തത് 80 എണ്ണം മറുത്തിട്ട് നല്ല ചെമ്പ് ചെമ്പാക്കി ഇങ്ങനെ ഇറക്കി കൊടുത്തു. അതങ്ങനെ വാഹനത്തിൽ കൊണ്ടുപോയി കല്യാണ വീട്ടിലെത്തിച്ചു. വീട്ടുകാര് ചോദിക്കുന്നു, ഭക്ഷണത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, ആരാ ഉണ്ടാക്കിയത്? അപ്പൊ കാർഡ് കൊടുത്തത്, ഈ കാർഡ് ഇവിടുന്ന് ഉണ്ടാക്കിയത്. അടുത്ത ആഴ്ച നമ്മളെ വീട്ടിൽ കല്യാണം, അവരെ തന്നെ നടക്കണം. ആളുകൾക്ക് അറിയില്ലല്ലോ, ആളുകൾക്ക് ഇതിന് ടേസ്റ്റ് അല്ലേ അറിയൂ. അങ്ങനെ അടുത്ത ആഴ്ച കൊണ്ടുവന്ന് എത്ര ആളാ കല്യാണം? കല്യാണം വലിയ കല്യാണമാണ്, കുറെ ആൾക്കാർ പങ്കെടുക്കണം, വലിയൊരു കുടുംബമാണ്, വലിയ തറവാടാണ്. അതുകൊണ്ട് വൈകുന്നേരവും രാത്രിയായിട്ട് 2 സെക്ഷനായിട്ടാണ്, അല്ലാതെ അവിടെ സൗകര്യമില്ല. വൈകുന്നേരത്തേക്ക് ഒരു 50 ആടും, രാത്രിയിലേക്ക് ഒരു 100 ആടും. അപ്പൊ 50 ആടിൽ നിന്ന് ഒരു 10 ആടും, 100 ആടിൽ നിന്ന് 20 ആടും, 30 ആടിനെ കിട്ടി. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഉസ്താദ് ഈ നാട്ടിൽ ആരോ ഒരു കഥ വന്ന് പറയാണ്. അല്ലല്ല, ഞാനൊരു ഉദാഹരണം പറയാണ്. വഞ്ചനയുടെ ഒരു മുഖം പറയാം, ദുനിയാവിന്റെ സ്വഭാവം. അപ്പൊ ആ ചെറുപ്പക്കാരന് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നു. നിങ്ങളുടെ നാട്ടിൽ പോയ ഏതോ ആൾക്കാർ അങ്ങനെ ഉണ്ട്, നിങ്ങൾ കരുതണ്ട കേട്ടോ. നല്ല നിലക്ക് ജോലി എടുത്ത് കൂടുന്ന ആൾക്കാരൊക്കെ ഞാൻ വല്ല തെറ്റിദ്ധരിച്ച് പറയാന്ന് കരുതണ്ട. ഞാൻ ഉദാഹരണം പറയാൻ തന്നില്ലേ? ആൾക്കാർക്ക് ചിന്തിക്കും, ഉസ്താദ് ഇന്ന് നാട്ടിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ആടി നടക്കുന്നത്? അങ്ങനെ ചിന്തിക്കേണ്ടെന്നാണ്. പിന്നെ അങ്ങനെ തന്നെ ആൾക്കാർ ചിന്തിക്കുന്നത്. ഒരു കഷ്ടം. ഒരു ഉദാഹരണം പറയാൻ പറ്റൂല. ഒരു ഉദാഹരണം പറഞ്ഞാൽ അപ്പൊ ചിന്തിക്കും, നമ്മുടെ നാട്ടിൽ ആരോ പറ്റിയാണല്ലോ. ആരോ പറ്റിയ ഞാൻ സ്വന്തത്തെ പറ്റി തീരുമാനിച്ചാൽ മതി, കുഴപ്പമില്ല. നിങ്ങളെ നാട്ടിൽ നിന്ന് പോയ പ്രവാസികളെ പറ്റില്ല, അവർക്ക് നല്ല സംഭാവന കൊടുത്തയച്ചവരാണ്. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ഇറച്ചിയിലേക്കും അന്നദാനത്തിലേക്കും നല്ല കാശ് കൊടുത്തയച്ചു. നേരത്തെ വായിച്ചത് കണ്ടില്ലേ? നല്ല സംഭാവനകൾ എല്ലാവരും കൊടുക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാട്ടെ. ഞാൻ ഈ പ്രദേശത്തുള്ള ആരും ഉദാഹരണമാക്കി പറഞ്ഞതല്ല, ഞാൻ ദുന്യാവിന്റെ ഒരു മുഖം പറഞ്ഞതാ, ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ ഈ ചെറുപ്പക്കാരന് ഒരു മാസമായപ്പോ മുതലാളി ഇദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് നല്ല കാശാണ് അക്കൗണ്ടിൽ വന്നത്. അപ്പൊ അയാൾക്ക് ശമ്പളം കൊടുത്തു 2.5 ലക്ഷം. 2.5 ലക്ഷം ശമ്പളം കിട്ടി. ചെലവൊന്നുമില്ല, ചെലവൊക്കെ ഫ്രീ ആണ്. റൂമൊക്കെ മുതലാണ്ടൊക്കെ ഫ്രീ ആണ്. അങ്ങനെ 2.5 ലക്ഷം കിട്ടി. അയാള് 3 മാസം കഴിഞ്ഞപ്പോ വാപ്പയെ വിളിച്ചു പറഞ്ഞു, നാട്ടിലെവിടെയെങ്കിലും സൗകര്യമുള്ള സ്ഥലം, ഒരു 15 സെന്റ് സ്ഥലം നോക്കണം. ഒരു വീട് എടുക്കാനാണ്, തെറ്റൊന്നുമില്ലല്ലോ. 15 വാപ്പ നല്ല 15 സെന്റ് സ്ഥലമൊക്കെ നോക്കി. മോനെ വില കൂടുതലാണ്, വില എത്രയൊക്കെ കുഴപ്പമില്ല, അതൊക്കെ കടം വന്നാ പിന്നെ എങ്ങനെ വിട്ടാന്ന് പറഞ്ഞു. ആ മുഖമൊന്നും ഇവിടെ അറിയില്ല. നാട്ടിലെ വാപ്പ അറിയില്ല, ഉമ്മ അറിയില്ല, ആരും അറിയില്ല, കൂട്ടുകാരും അറിയില്ല. ധാരണയിൽ ചിലപ്പോ അയാൾക്ക് തോന്നിയിട്ടുണ്ടാ പഠിച്ചവരെ അറിയില്ല. അള്ളാഹുത്താല അറിയാതൊക്കെ കേട്ടോ, എല്ലാവരും അറിയും. അള്ളാഹുത്താല എല്ലാം അറിയും, എല്ലാം കറക്റ്റ് ആക്കി വെക്കും. പിന്നെ ഇങ്ങനെ കെട്ടയിച്ചു വിടുന്ന എന്തിനാണെന്നറിയോ? എത്രത്തോളം ബോധമുണ്ട്, എത്രത്തോളം ചിന്തയുണ്ട് നോക്കാനാണ്. അതിനങ്ങനെ കെട്ടയിച്ചു വിടുന്നത്. നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പരീക്ഷണത്തിന് വേണ്ടി ആ ദുനിയാവിനെ നമ്മളൊക്കെ അള്ളാഹുത്താല വിന്യസിച്ചത്. ഒരിക്കലും നമ്മളെ സുഖിപ്പിച്ച് കടത്താനല്ല. ലിയബ്ലുവക്കും ഫീമാ ആതാക്കും, നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടിയാണ് ഭൂമിയിൽ നിങ്ങളെ ഖലീഫമാക്കി വെച്ചത് എന്ന് അല്ലാഹു തആല പറയുന്നു. എന്തിനാ ഭൂമിയിൽ കൊണ്ടുവന്നത്? നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങളെ ഒന്ന് പരിശോധിക്കാൻ. നല്ല രൂപത്തിൽ ആര് സമ്പാദിക്കുന്നു, നല്ല രൂപത്തിൽ ആര് കൊടുക്കുന്നു, നല്ല രൂപത്തിൽ ആര് കുടുംബം പോറ്റുന്നു, നല്ല രൂപത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ക്ഷമിച്ച് ആര് സമ്പാദിക്കുന്നു, ചെലവഴിക്കുന്നു, ആര് ഉൽപ്പാദിപ്പിക്കുന്നു, വളർത്തുന്നു, എത്ര കഠിനാധ്വാനം ചെയ്ത് പിടിച്ചു നിൽക്കുന്നു, ഇതൊക്കെ നോക്കാനാണ്. സുഖിപ്പിക്കാൻ വേണ്ടിയല്ല ദുനിയാവിൽ നമ്മളെ കൊണ്ടുവന്നത്. അങ്ങനെ ആരും ചിന്തിക്കരുത്, ആരും തീരുമാനിക്കരുത്. സുഖത്തിന്റെ ലോകം ഒരിക്കും ദുനിയാവല്ല, സുഖിക്കാനുള്ള കേന്ദ്രമല്ല ദുനിയാവ്. അമലിന്റെ ലോകമാണ്, കഠിനാധ്വാനത്തിന്റെ ലോകമാണ്. കഷ്ടപ്പെട്ട് നമ്മളെ കുടുംബത്തിന് അധ്വാനിക്കും പോലെ ആഖിറത്തിന് വേണ്ടി ജീവിതം ചെലവഴിക്കേണ്ട ലോകമാണ്. അങ്ങനെയാണ് ഈ ദുനിയാവിൽ കാണേണ്ടതും ജീവിക്കേണ്ടതും. ഇരിക്കട്ടെ സഹോദരന്മാരെ, മഹാന്മാരൊക്കെ കണ്ട ദുനിയാവ് അങ്ങനെയാണ്. ആ ചെറുപ്പക്കാരൻ ഒറ്റ വർഷം കൊണ്ട് 15 സെന്റ് സ്ഥലം വാങ്ങി
വീടിന് നല്ല ഒരു തറ കെട്ടി, ആ വീടെല്ലാം പടുത്തുയർത്തി. പിന്നെ 2 വർഷം കൂടി ഇവിടെ നിന്നപ്പോൾ വലിയ മുതലാളിയായി മാറി. സുബ്ഹാനല്ലാഹ്, ഈ സമ്പത്തിന്റെ അടിസ്ഥാനം മുഴുവനും, അടിത്തറ മുഴുവനും ചതിയാൻ റബ്ബ് സുബ്ഹാനഹു വ തആല പിന്നെയും എന്തിനാ ഉസ്താദേ അയാൾക്ക് അങ്ങനെ ആഫിയത്ത് കൊടുത്തത്? പിന്നെയും എന്തിനാ ദീർഘായുസ് കൊടുത്തത്? ലിയബ്ലുവക്കും ഫീമാ ആതാക്കും, നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങളെ പരീക്ഷിക്കാനാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇന്ന ഹാദൽ മാല ഹൽവത്തുൻ ഖുദ്റാ, ഈ സമ്പത്ത് എന്ന് പറയുന്ന നല്ല മധുരവും പച്ചപ്പും നിറഞ്ഞതാണ്. പച്ച കാണാൻ നല്ല ഭംഗിയുള്ള കളറല്ലേ പച്ചയുടെ കളറ്? സ്വർഗത്തിൽ വരെ അള്ളാഹു ധരിക്കാൻ തരുന്ന വസ്ത്രം പച്ച വസ്ത്രമല്ലേ? യൽബസൂന മിൻ സുന്ദുസിൻ വഇസ്തബ്റഖിൻ ഖുദ്റൻ മിൻ സുന്ദുസിൻ വഇസ്തബ്റഖിൻ, പച്ച നിറത്തിലുള്ള നിർമ്മലമായ പട്ടും കുറച്ചുകൂടി കട്ടിയുള്ള പട്ടും 2 പട്ടും ധരിപ്പിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞില്ലേ? പച്ച പൊതുവെ ആളുകൾക്ക് ദഹിക്കുന്ന നല്ലോണം സന്തോഷം നൽകുന്ന ഒരു കളറാണ്. സമ്പത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്, അതിന് നല്ല മധുരമാണ്. മധുരം കഴിക്കാൻ പറ്റാത്തവർക്കും താല്പര്യം മധുരത്തിനോടായിരിക്കും. സമ്പത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ സമ്പാദിക്കുന്നതും അവന് സമ്പത്ത് നൽകപ്പെടുന്നതും റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിച്ച രീതിയിലും ഇസ്ലാമി ദീനെ പഠിപ്പിക്കുന്ന രീതിയിലുമാണോ, ബൂരിക ലഹു ഫീഹി, അതിലവന് ബറക്കത്ത് ചെയ്യപ്പെടും. അവൻ ആ സമ്പത്ത് സ്വീകരിക്കുന്നതും ചെലവഴിക്കുന്നതും അള്ളാഹു കൽപ്പിച്ച രൂപത്തിലും ഭാവത്തിലുമാണെങ്കിൽ ബറക്കത്ത് നൽകപ്പെടും. അതല്ലാത്ത രൂപത്തിലാണോ, ലം യുബാരിക് ലഹു ഫീഹി, അതിൽ ബറക്കത്ത് നൽകപ്പെടൂല എന്ന് മാത്രമല്ല, നാളെ ആഖിറത്തിൽ ഈ സമ്പത്ത് അവന് പ്രതികൂലമാണ്. വഹുവ ഷഹീദുൻ അലൈഹി യൗമൽ ഖിയാമ, ഈ സമ്പത്ത് അവന് പ്രതികൂല സാക്ഷി നിൽക്കും. നിങ്ങൾ നോക്കി, ഇങ്ങനെ എത്ര ഉദാഹരണങ്ങൾ, സദിക്കയുടെ ഉദാഹരണങ്ങൾ എത്രങ്ങളാ ദുനിയാവിൽ വരുന്നത്. സുബ്ഹാനല്ലാഹ്, മുമ്പൊരു ചങ്ങാതി ആ പള്ളിയുടെ പരിസരത്ത് തന്നെ ഒരു സ്ഥലത്ത് നല്ല വീട് കെട്ടി. നാട്ടിൽ നടന്നൊരു സംഭവമായിട്ട് പത്രത്തിലൊക്കെ വന്നാൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. നാടും വീടും പേരൊന്നും ചോദിക്കേണ്ട, വിഷയം മനസ്സിലാക്കിയാൽ മതി. ആളെ പറ്റി പറയണ്ടല്ലോ, വിഷയല്ലേ തിരിയേണ്ടത്. നല്ല വീട് കെട്ടി, വീട് കെട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല, അയാൾക്ക് നല്ല ജോലിയാണ് എന്നാ പൊതുവെ ജനങ്ങളെ ധാരണ. നല്ല ശമ്പളമുള്ള ജോലിയാണ്. അപ്പൊ ആ മാസത്തിൽ നടക്കുന്ന എല്ലാ സ്വലാത്ത് മജ്ലിസിന്റെയും ചീരണി അയാളെ വക. പള്ളിക്കും മദ്രസക്കും ഇഷ്ടം പോലെ ആൾ സംഭാവന കൊടുത്തു. അല്ലാഹു തആല ആളങ്ങനെ സത്ർ ചെയ്ത് വെച്ചിരിക്കുന്ന അയാൾ നന്നായിക്കോട്ടെ എന്ന് എഴുതിയിട്ട് ഒരു 7 വർഷം കഴിഞ്ഞപ്പോൾ അയാളെ പിടിക്കപ്പെട്ടു പോയി. അപ്പൊ നോക്കുമ്പോ അയാൾക്ക് ഒരു ജോലിയാണെന്ന് പറയും. ആ ജോലിയുടെ മറവിൽ ഇഷ്ടം പോലെ മയക്കുമരുന്ന് വിൽപ്പന നടത്തുകയാണ്. അത് വിൽപ്പന നടത്തിയിട്ട് കിട്ടിയ സമ്പത്തിന്റെ ബാഹുല്യം കൊണ്ടാണ് ഇവിടെ ഒരു മറ എന്നുള്ള നിലക്കൊരു മറയായിട്ട് ഇങ്ങനെ സ്വീകരിച്ചത്. നിങ്ങൾ നോക്കൊരു മുഖം. ചതി എങ്ങനെയാണ്? ദുനിയാവ് അങ്ങനെ അങ്ങോട്ട് മനസ്സിന് വല്ലാതെ അങ്ങോട്ട് കേറിപ്പോയി കഴിഞ്ഞാൽ എത്ര സ്വീകരിക്കാനും എത്ര നുണ പറയാനും ഒരു മടിയും കാണിക്കൂല മനുഷ്യൻ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ഒരു ചെറുപ്പക്കാരന്റെ കൂടെ, ഈസാ നബി അലൈഹിസ്സലാമും ആ ചെറുപ്പക്കാരനും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ മഹാനവറുകൾ പറഞ്ഞു, നല്ല ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരണം. ഭക്ഷണം വാങ്ങിക്കൊണ്ടുവന്നാല് നമുക്ക് രണ്ടുപേർക്കും ഭക്ഷണം കഴിക്കാലോ. അപ്പോ പോയി നല്ല പത്തിരി വാങ്ങിക്കൊണ്ടുവന്നു. ഈസാ നബി അലൈഹിസ്സലാം ഭക്ഷണം കഴിക്കല്ലേ എന്ന് കരുതിയിട്ട് ഒരു കടൽ തീരത്ത് ഒരു പുഴയുടെ വക്കത്ത് ഇരുന്നു ഭക്ഷണം കഴിക്കണം. 3 പത്തിരിയുണ്ട്. 2 പത്തിരി ഓരോരുത്തരും കഴിച്ചു. 2 ആളുള്ളത്, 3 പത്തിരിയുള്ളത്. 1 പത്തിരി അവിടെ ബാക്കിയുണ്ട് പാത്രത്തിൽ. ഈസാ നബി അലൈഹി ഇസ്ലാം എണീറ്റ് പുഴയുടെ അടുത്തേക്കൊന്ന് പോയി വെള്ളം കുടിക്കാൻ വേണ്ടി, കുറച്ച് വെള്ളം എടുത്ത് കുടിക്കാൻ വേണ്ടി. പത്തിരി കഴിച്ചാൽ വെള്ളം കുടിച്ച് വണങ്ങി വന്ന് നോക്കുമ്പോ പത്തിരി കാണുന്നില്ല. അപ്പുറത്തിരിക്കുന്ന ആള് ചോദിച്ചു, അല്ല പത്തിരി ആരാ എടുത്തു? ഉടനെ അദ്ദേഹം പറഞ്ഞു, അതിരി എനിക്കറിയില്ല. പത്തിരി ആരാ എടുത്ത്? എനിക്കറിയില്ല. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാം, എന്നാ പോകാന്ന് പറഞ്ഞു. അറിയില്ലെങ്കിൽ പോകാം.
അദ്ദേഹത്തെ കൂടെ കൂട്ടിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ കുറെ മാൻകൂട്ടങ്ങൾ മേയുന്നത് കണ്ടു. മാൻകൂട്ടങ്ങളെ കൂടെ 2 ചെറിയ മാൻകുട്ടികളുണ്ട്. മാൻകുട്ടികളിൽ നിന്ന് ഒരു കുട്ടിയെ ഈസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചു. മാൻപേട അടുത്തേക്ക് വന്നപ്പോൾ മഹാനവർകൾ അതിനെ അറുത്തിട്ട് അതിന്റെ മാംസം നല്ലവണ്ണം ചുട്ട് റെഡിയാക്കി. ചുട്ടിട്ട് മഹാനവർകളും ആ മനുഷ്യനും ആ കൂടെയുള്ള മനുഷ്യനും അതിൽ നിന്ന് ഭക്ഷിച്ചു. എന്നിട്ട് ആ ബാക്കിയുള്ള ആ മാൻപേടയുടെ തൊലികളിലെ തൊലിയും എല്ലും ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ഈസാ നബി അലൈഹിസ്സലാം അതിനോട് പറഞ്ഞു, കുംബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുവാദപ്രകാരം ഒന്ന് എഴുന്നേറ്റ് നടക്കൂ. ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല കൊടുത്ത മുഅ്ജിസത്തല്ലേ, വയുഹ്യിൽ മൗതാ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുവാദപ്രകാരം മരിച്ചതിനെ മഹാനവർകൾ ജീവനിട്ട് കൊടുക്കും. അങ്ങനെ പറഞ്ഞു, എണീറ്റ് പോകൂ എന്ന് പറഞ്ഞപ്പോൾ അതാ മാൻകുട്ടി മാൻപേട എഴുന്നേറ്റങ്ങ് നടന്നുപോയി. അവര് ഭക്ഷണം കഴിച്ചതിന്റെ വേസ്റ്റും എല്ലും കൂട്ടിയിട്ടിട്ട് അതിനോടായി എഴുന്നേറ്റ് പോകാൻ പറഞ്ഞത്. നമ്മൾ മുഹിദ്ദീൻ മാലയിലൊക്കെ മുഹിദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ കറാമത്തായി കേൾക്കാറുണ്ട്. ചത്തചകത്തിന് ജീവനിടിച്ചോവർ ചകുങ്കിലേശത്തെ നന്നാക്കി വിട്ടോവർ. സുബ്ഹാനല്ലാഹ്, ഈസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്തല്ലേ. ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ നോക്കുന്നു. നടന്നു പോകുന്ന ആടിനെ കണ്ടപ്പോ, മാൻപേടയെ കണ്ടപ്പോ ചോദിച്ചു, അസ്അലുക ബില്ലദീ അറാക ഹാദിഹിൽ ആയാ, ഈ ദൃഷ്ടാന്തം നിനക്ക് കാണിച്ചു തന്ന അല്ലാഹുവിനെ മുൻനിർത്തിയിട്ട് ഞാൻ ചോദിക്കട്ടെ, പറയുമോ ഉത്തരം? മൻ അഖദർ റഗീഫ്, മൂന്നാമത്തെ പത്തിരി എടുത്തത് ആരാണ്? അതിന്റെ ഉത്തരം കിട്ടാനാ ഈ ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തത്, മുഅ്ജിസത്ത് കാണിച്ചു കൊടുത്തത്. മനസ്സിലാക്കണം, നമ്മൾ വിഷയം മനസ്സിലാക്കുന്നുണ്ടോ? അലച്ച കൂടിക്കഴിഞ്ഞാൽ എത്ര ദൃഷ്ടാന്തം കിട്ടിയാലും മനുഷ്യൻ പഠിക്കൂല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ദുന്യാവിന്റെ അലച്ചങ്ങനെ കൂടിയപ്പോ അള്ളാഹു ചെറിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തു. അപ്പൊ അവന് പഠിക്കാനാണ് അള്ളാഹു കൊടുത്ത് ചെറിയൊരു ബ്ലോക്ക് കൊടുത്തു, ഒരു ഞരമ്പിന്. കുറെ കാശ് ചെലവായി. എന്തിനാ അള്ളാഹു കൊടുത്ത്? എന്റെ സമ്പാദ്യം മോശമാണ്, അതുകൊണ്ട് തോബ ചെയ്ത് നല്ലതാക്കി ജീവിച്ചോ, എന്നാ നല്ല റാഹത്തും ഇജ്ജത്തും ആഫിയത്തും ദീർഘായുസ്സൊക്കെ തരാം. മാറിയപ്പോ പിന്നെയും അതേ വൈക്കന്നെ പോയി. പിന്നെ അടുത്ത് ഭാര്യ കൊടുത്തു, ചെറിയൊരു ഷോക്ക് കൊടുത്തു. അല്ലാഹു റഹ്മാനാ, മാറിക്കൊട്ടെന്ന് ഒറ്റയടിക്ക് പിടിച്ചാ പോരെ. ഭാര്യ കൊടുത്തപ്പോ പിന്നെയും ഒരുക്കി ചൂട്ടിയൊക്കെ പിന്നെ ആ വൈക്ക് ചെലവഴിച്ചു. പിന്നെ ചെറിയ കുട്ടി കൊടുത്തു. ഒന്നും പഠിക്കാതിരിക്കുമ്പോഴല്ലേ മനുഷ്യൻ അവസാനമായിട്ട് പറ്റ കുടുങ്ങി പോവുക. പഠിക്കാൻ വേണ്ടിയല്ലേ കൊടുക്കുന്നത്. ഈ ദൃഷ്ടാന്തം കാണിച്ചു തന്ന അള്ളാഹുവിനെ മുൻനിർത്തി ചോദിക്കുന്നു, ആരാ പത്തിരി എടുത്തത്? അപ്പോഴും ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, മാ അതിരി, എനിക്കറിയൂല, പോകാന്ന് പറഞ്ഞു. രണ്ടുപേരും പോയി. പിന്നൊരു ജലാശയത്തിന്റെ അടുത്തെത്തി. ഈസാ നബി അലൈഹിസ്സലാം ആ ചെറുപ്പക്കാരന്റെ കയ്യങ്ങ് പിടിച്ചു. എന്നിട്ട് വെള്ളത്തിന്റെ ഉപരിഭാഗത്തിലൂടെ നടന്നു. ചെരുപ്പ് കൊണ്ട് സഹോദരങ്ങളെ വെള്ളത്തിന്റെ മുകളിലൂടെയാ നടക്കുന്നത്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒറ്റക്കല്ല, കൂടെ പത്തിരി കഴിച്ച ചെറുപ്പക്കാരന്റെ കൈ ഈസാ നബി അലൈഹിസ്സലാം പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് വെള്ളത്തിന്റെ മുകളിലൂടെ അങ്ങ് നടന്നുപോയി. ഇനി നാളെ പിറ്റേന്ന് വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നിട്ട് വലിയ അത്ഭുതം കാണിക്കുന്ന ആരെങ്കിലും വന്നാല് പിന്നാലെ പോയി കൂടിയിട്ട് എന്തെങ്കിലും പൊരുത്തം തരണം എന്ന് പറയരുത്. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ റഅയ്തും റജുലൻ ഖദ് തറബ്ബഅ ഫിൽ ഹവാ, ശൂന്യതയിൽ ചമ്രം പടിയിട്ടിരിക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടാൽ, ഔ യംശി അലൽ മാ, ഈ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു പോകുന്ന ആളെ കണ്ടാൽ, ഫലാ തഖ്തദൂ ബിഹി, പെട്ടെന്ന് നിങ്ങൾ പിന്നാലെ കൂടി പോകരുത്. കാരണം ആ വിദ്യ നടത്താൻ, ആ പണി നടത്താൻ മുസ്ലിമാകണമെന്നില്ല. ശൈത്താനെ സ്വാധീനിച്ചാലും ആ പണി നടത്താൻ കഴിയും. സിഹ്ർ നല്ലോണം പഠിച്ചാലും ആ പണി നടത്താൻ കഴിയും. കഹാനത്ത് പഠിച്ചാലും ആ പണി നടത്താൻ കഴിയും. അതുകൊണ്ട് ഇത്തരത്തിൽ അത്ഭുത വിദ്യ കാണുമ്പോഴേക്ക് നിങ്ങൾ പിന്നാലെ കൂടി പോകരുത്. ഹത്താ തറൗസുൻഹു ഇൻദൽ അവാമിരി വന്നവാഹി, അല്ല കൽപ്പിച്ചിടത്തും അല്ല വിലക്കിയിടത്തും ആ മനുഷ്യന്റെ ജീവിതവും പ്രവർത്തനവും എങ്ങനെയുണ്ടെന്ന് നിരീക്ഷിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നത് വരെ അത്ഭുതം കണ്ട് പെട്ടെന്ന് പിന്നാലെ കൂടണ്ട. പിന്നെ ചതിയിൽ പെട്ടുപോകും, പിന്നെ കുടുങ്ങിപ്പോകും, പിന്നെ മാറിപ്പോരാൻ കഴിയൂല. പിന്നെ മാറിപ്പോരാതെ കൂടെ കൂടുമ്പോ
അയാൾ നിസ്കരിക്കാത്ത ആളാണ്, പിന്നെ നിങ്ങളും നിസ്കാരം ഒഴിവാക്കും. അയാൾ നോമ്പ് വിൽക്കാത്ത ആളാണ്, നിങ്ങളും നോമ്പ് ഒഴിവാക്കും. അയാൾ ഖുർആനെ അപമാനിക്കുന്ന ആളാണ്, പിന്നെ കൂടെ കൂടി ആളും അങ്ങനെ വരും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് അത്ഭുതം കണ്ട് പെട്ടെന്ന് പിന്നാലെ കൂടി പോകരുത്, നല്ലോണം ചിന്തിക്കണം, അല്ലെ കുടുങ്ങിപ്പോകും. ഇതാരാ കാണിക്കുന്നത്? ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം. അല്ലാഹു കൊടുത്ത മുഅ്ജിസത്താണ്. വെള്ളത്തിലൂടെ നടന്നുപോയി അപ്പുറത്തെത്തിയിട്ട് ചോദിച്ചു, ഈ ദൃഷ്ടാന്തം നിനക്ക് കാണിച്ചു തന്ന അള്ളാനെ മുൻനിർത്തി ചോദിക്കുന്നു, പത്തിരി എടുത്തതാരാൻ? അപ്പോഴും ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ലാതിരി എനിക്കറിഞ്ഞൂടാ, പത്തിരി ആരാൾ എടുത്തത് എനിക്കറിഞ്ഞൂടാ. പിന്നെ രണ്ടുപേരും ചെന്നെത്തുന്ന ഒരു മരുഭൂമിയിലേക്കാണ്. ആ മരുഭൂമിയിൽ രണ്ടുപേരും അവിടെ ഇരുന്നു. ഈസാ നബി അലൈഹിസ്സലാം ഒരു പിടി മണലിങ് വാരിയിട്ട് അതിങ്ങനെ തായോട്ടിട്ട് പറഞ്ഞു, കുൻ ദഹബം ബിഇദ്നില്ലാഹ്. മണൽക്കൂനയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ അനുവാദ പ്രകാരം നീ ഒന്ന് സ്വർണമാകൂന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ അനുവാദ പ്രകാരം നീ സ്വർണമാകണം. അംബിയാഇന് ഔലിയാഇന് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന ബഹുമാനമാണല്ലോ മുഅ്ജിസത്തും കറാമത്തും. അത് സഹോദരങ്ങളെ എന്തിനാണ് അവർ വിനിയോഗിക്കുന്നത്? സത്യമാർഗം പഠിപ്പിക്കാനും സത്യമാർഗം മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനുമാണ്. അഹങ്കരിക്കാനല്ല, അലങ്കാരം കാണിക്കാനല്ല. ഈ ചെറുപ്പക്കാരൻ ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നത് ഒരേ ഒരു വിഷയത്തിനാണ്, സത്യം പറയാനാണ്. സ്വർണം ഇങ്ങനെ കണ്ടപ്പോ മുന്നിൽ ഇങ്ങനെ കാണില്ലേ സ്വർണം, ഒരു പിടി ഇങ്ങോട്ട് വാരിയിട്ട് അങ്ങിട്ടിട്ട് കുന്തഹബം ബീദിനില്ല, അള്ളാഹുവിന്റെ അനുവാദ പ്രകാരം നീ സ്വർണമാകണം എന്ന് പറഞ്ഞപ്പോ സ്വർണ്ണമായി മാറി. സ്വർണമായി, യഥാർത്ഥ സ്വർണമായി മാറി. അങ്ങനെ കൺകെട്ടായി കാണിച്ചതല്ല, അങ്ങനെ കാണിക്കാൻ കഴിയും, അതല്ല, യഥാർത്ഥത്തിലുള്ള സ്വർണം തന്നെ. ചോദിച്ചു, അസ്അലുക ബില്ലദീ യറാക ഹാദിഹില്ലായ. ഈ ആയത്ത്, ഈ ദൃഷ്ടാന്തം മുൻനിർത്തിയിട്ട് ഒരു കാര്യം ചോദിക്കുന്നു, നീ എന്നോട് മറുപടി പറയണം. ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ മടിച്ചു നിന്നപ്പോ ഈസാ നബി അലൈഹിസ്സലാം ആ സ്വർണം മൂന്നായി ഭാഗിച്ചു. 3 ഭാഗമായി ഭാഗിച്ചിട്ട് പറഞ്ഞു, ഒരു ഭാഗം എനിക്ക്, മറ്റൊരു ഭാഗം നിനക്ക്. സുലുസുല്ലി വസുലുസുല്ലക, 1/3 എനിക്കാണ്, 1/3 നിനക്കാണ്. വസുലുസുല്ലില്ലദീ അഖദർ റഗീഫ്, ബാക്കി ഒരു 1/3 സ്വർണമുണ്ടല്ലോ, അത് പത്തിരി എടുത്ത ആൾക്കാണ്. അപ്പൊ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, പത്തിരി ഞാനാണ് എടുത്തത്, പത്തിരി എടുത്തത് ഞാനാണ്. സഹോദരന്മാരെ, നേരത്തെ 3 ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തു, എന്നിട്ട് ചോദിച്ചില്ലേ പത്തിരി ആരാണ് എടുത്തത് എന്ന്? അപ്പോഴൊക്കെ പറഞ്ഞ മറുപടി എന്താണ്? ദുനിയാവ് മുന്നോട്ട് വന്നിട്ട് പറയുമ്പോ മറുപടിയാണ്, സമ്പത്തിനോടുള്ള ഹിർസ് കൊണ്ട്, അലച്ച കൊണ്ട് ചെയ്ത ഒരു കാര്യത്തെ പറ്റിയിട്ട് സംഗതി തിരുത്താനോ നല്ല നിലക്ക് മാറി ചിന്തിക്കാനോ തയ്യാറാകാതെ മാതിരി എനിക്കറിഞ്ഞൂടാന്നല്ലേ പറഞ്ഞത്. നിങ്ങൾ കണ്ടോ, ഇപ്പൊ സ്വർണം മുന്നിലേക്ക് വെച്ചിട്ട് ഒരു ഭാഗം പത്തിരി എടുത്ത ആൾക്കാണ് എന്ന് പറഞ്ഞപ്പോഴേക്ക് പറഞ്ഞു പത്തിരി എടുത്തത് ഞാനാണ്. കാരണം കിട്ടുന്ന 2 ഭാഗല്ലേ സ്വർണം കിട്ടുന്നത്. നേരത്തെ ഓഹരി വെച്ച ഒന്നും കിട്ടി, ഇപ്പൊ പത്തിരി എടുത്ത ആൾക്ക് എന്ന് പറഞ്ഞപ്പോ അതും കിട്ടി. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഫകുല്ലുഹു ലകാ, എന്റതും കൂടി നീ അങ്ങെടുത്തോ, നീ ഇനി എന്റെ കൂടെ പോരേണ്ട. നിന്നെ കൂടെ കൂട്ടാൻ പറ്റൂല, കാരണം നിന്റെ മജ്ജയിലും മാംസത്തിലും രക്തത്തിലും ഒന്ന് മാത്രമേ ഉള്ളൂ. എന്ത്? ദുനിയാവ്. നിന്റെ സിരകളിലോട് ഓടുന്ന ഓരോ രക്തത്തുള്ളിയും മന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ദുനിയാവ് മാത്രമാണ്. ആഖിറത്തിനെ പറ്റി ഒരു ബോധമുണ്ടെങ്കിൽ ഫസ്റ്റ് ഘട്ടത്തിൽ ഞാൻ ചോദിക്കുമ്പോഴേക്ക് നീ പറയും, എനിക്ക് മുഅ്ജിസത്തുണ്ട്, നിനക്കറിയാമല്ലോ, ഞാൻ അള്ളാഹുവിന്റെ നബിയാണ്, നിനക്കറിയാമല്ലോ, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്, നിനക്കറിയാമല്ലോ. എന്നിട്ടും നീ അത് മറുപടി പറഞ്ഞില്ല. ദൃഷ്ടാന്തങ്ങൾ ഓരോന്നും കാണിച്ചു കൊടുത്തിട്ടും നീ പറഞ്ഞില്ല. അവസാനം നിന്റെ അലച്ച മൂത്ത ഒരു ദൃഷ്ടാന്തം കാണിച്ചു തന്നപ്പോ, നിന്റെ അത്യാഗ്രഹത്തിന് അടിവരയിടുന്ന ഒരു ദൃഷ്ടാന്തം കാണിച്ചു തന്നപ്പോ, ദുനിയാവ് തന്നെ നിന്റെലേക്ക് വരുന്നു എന്ന് കണ്ടപ്പോ നീ ഉത്തരം പറഞ്ഞു, ഞാനാണ് എടുത്തത്. അതുകൊണ്ട് എന്റെതും കൂടി നീ അങ്ങെടുത്തോ, നീ എന്റെ കൂടെ പോരണ്ട. ആ ചെറുപ്പക്കാരൻ അവിടെ ഒഴിവാക്കിയിട്ട് ഈസാ നബി അലൈഹിസ്സലാം പോയി. സുബ്ഹാനല്ലാഹ്, ഈസാ നബി അലൈഹിസ്സലാം ആ സ്ഥലം വിട്ടപ്പോൾ ഈ സ്വർണവുമായിട്ടിരിക്കുന്ന ഈ ഒരൊറ്റക്കിരിക്കുന്ന ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് വേറെ 2 ആൾക്കാർ വന്നു. അവര് വന്നിട്ട്, നിങ്ങൾക്ക് സ്വർണ്ണോ?
ഈ സ്വർണം മൊത്തം നിനക്കോ? നിനക്ക് തരാൻ പറ്റൂല, ഞങ്ങൾക്ക് തരണോ? ഞങ്ങൾക്ക് ഇതിൽ നിന്ന് വല്ലതും തരണം. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ഖിയാമത്ത് നാളോടനുബന്ധിച്ച് യൂഫ്രട്ടീസ് നദിയിൽ ഒരു സ്വർണത്തിന്റെ മല വെളിവാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതുവരെ പത്രത്തിൽ വന്നോ? അല്ലല്ലോ. വന്നാ നമ്മളാരും അറിയാതെക്കൂലല്ലോ. പക്ഷെ ആ സ്വർണം എടുക്കാൻ വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ പോകുന്ന ഹദീസിലുള്ളത്, എടുക്കാൻ പോകുന്നവരും മുഴുവനും നാശത്തിൽ കലാശിക്കുന്ന. അങ്ങനെ മനുഷ്യന്റെ ഒരു അലച്ച അങ്ങനെയാണ് മനുഷ്യന്റെ സ്വഭാവം. ഒരു സ്വർണ്ണമല യൂഫ്രട്ടീസ് നദിയിൽ ഖിയാമത്ത് നാളോടനുബന്ധിച്ച് ഒരു സ്വർണ്ണമല പുറത്തേക്ക് ഇങ്ങനെ വെളിവാകുമെന്നും, അപ്പൊ ആ സ്വർണ്ണമലക്ക് വേണ്ടി അവകാശവാദങ്ങൾ ഉന്നയിച്ച് രാഷ്ട്രീയക്കാരും പലരും വരും, ഓരോ രാഷ്ട്രക്കാർ വരും, പലരും പറയും ഞങ്ങളുടേതാണെന്ന് അവകാശവാദം ഉന്നയിച്ചു വരും. ഭരണത്തിന്റെ അധികാരം മൊത്തം ഞങ്ങൾക്കാണെന്ന് പലരും പറയും, തൊടാൻ പാടില്ല എന്ന് പറയും. എടുക്കാൻ പോകുന്നവരും മുഴുവനും കുടുങ്ങും. എടുക്കാൻ പോകുന്നവർ ആരുണ്ടാകില്ല എന്ന് കരുതണ്ട, ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവും. ഇപ്പൊ ഈ ഒരു ചെറുപ്പക്കാരന്റെ മുന്നിൽ ഒരു സ്വർണത്തിന്റെ കൂന കണ്ടപ്പോ വേറെ രണ്ടാൾക്കാർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കും വേണം ഇത്, ഞങ്ങൾക്കും വേണം. അപ്പോൾ ഈ സ്വർണത്തിന്റെ മുന്നിൽ ഇരിക്കുന്ന ആള് പറഞ്ഞു, ഇതെന്റെ സ്വത്താണ്. എന്റെ സ്വത്താന്ന് പറഞ്ഞതിന് ശരിയല്ല. നേരത്തെ ഈസാ നബി അലൈഹി സ്വലാം വേണ്ടാന്ന് വെച്ച് ഇട്ടറിഞ്ഞു പോയതല്ലേ? ദുനിയാവിന്റെ അത്രയും ദുരാശ കൊണ്ട് ഞങ്ങൾ എടുത്തോന്ന് പറഞ്ഞു പോയതല്ലേ? അങ്ങനെ എല്ലാം കൈക്കലാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കാം, ഇതെന്റേതാണ്, നിങ്ങൾക്ക് ഇതിൽ അവകാശവാദമൊന്നുമില്ല എന്ന് പറഞ്ഞു. രണ്ടുപേരും മാറി നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വകാര്യമായിട്ട് ചർച്ച ചെയ്തിട്ട് പറഞ്ഞു, നമ്മൾ രണ്ടാളില്ല, ഇവനെ കൊന്നിട്ട് മൊത്തം അതങ്ങോട്ട് എടുക്കാന്ന് പറഞ്ഞു. കൊട്ടേഷന്റെ വാർത്തകൾ മറന്നിട്ടില്ലല്ലോ? മറന്നിട്ടില്ല. ദുന്യാവിന്റെ ചതിക്കുയിൽപ്പെട്ട വലിയൊരു ചതിയാണ്. അതൊക്കെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിന്റെ ബാക്കിയാണ്. അതിന്റെ കണ്ണികൾ ഒരുപാട് ഭാഗത്തേക്ക് നീളും. 1, 2, 10, 100 ആളുകളൊന്നുമല്ല ഇതിന് പിന്നിലുണ്ടാകും. എല്ലാവരും ലക്ഷ്യം ഒന്ന് മാത്രമാണ്, ദുന്യാവിലെ സുഖം. ചിലപ്പോൾ ആർക്കും ഒന്നും കിട്ടിയില്ല എന്ന് വരും, ചിലപ്പോൾ കിട്ടിയവർക്കൊന്നും സുഖിക്കാൻ പറ്റില്ല എന്ന് വരും. പല രൂപത്തിലാകും. ബറക്കത്തോടെ സുഖിക്കാൻ, ബറക്കത്തോടുള്ള ജീവിതം റാഹത്തോടെ കിട്ടും. നേരത്തെ പറഞ്ഞ ഒരു കക്ഷിക്ക് മാത്രം, അവർ കിട്ടും. അവർക്ക് ആ കിട്ടുന്ന ചെറുതാണെങ്കിലും അതിൽ അൽഹംദുലില്ലാഹ് തൃപ്തിയായിരിക്കും, സന്തോഷായിരിക്കും, പരാതി ഒന്നും ഉണ്ടാകില്ല. അപ്പൊ രണ്ടുപേരും കൂടിയിട്ട് ഇയാളെ കൊന്നുകളഞ്ഞു, കൊല്ലാൻ തീരുമാനിച്ചു. കൊല്ലാൻ തീരുമാനിച്ചിട്ട് വന്ന് പറഞ്ഞു, ഹുവ ബൈനനാ സിലാസാ. സ്വർണത്തിന്റെ വിഷയം പറഞ്ഞപ്പോഴേക്കിന് ഇവിടെ ലിസ്റ്റ് വന്നു. സ്വർണ്ണാഭരണം സ്വതക്കിയതല്ല, ഒരു സ്വർണ്ണാഭരണം കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. തെളിവ് സഹിതം വന്നാല് സംഘാടകർ അത് കൊടുക്കുന്ന അർത്ഥം. അതാ ലിസ്റ്റ് വന്നു. സഹോദരങ്ങളെ, രണ്ടുപേരും പറഞ്ഞു, നമുക്ക് മൂന്നായിട്ട് ഭാഗിച്ചാലോ? മൂന്നായിട്ട് ഭാഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഇരിക്കുന്നു പറഞ്ഞു. നമ്മളൊന്ന് പോയി പറഞ്ഞു നോക്കാം, ഓരോരുത്തർക്കും ഓരോ വിഹിതം തരുമെന്ന് ചോദിച്ചു നോക്കാം. രണ്ടാളും കൂടി പറഞ്ഞു, തരൂലെങ്കിൽ നമുക്ക് കൊല്ലാം. അപ്പൊ ഈ സ്വർണത്തിന്റെ മുന്നിരിക്കുന്ന ഈസാ നബി അലൈഹി സ്വലാമിന്റെ കൂടെ വന്ന ആള് പറഞ്ഞു, നിങ്ങൾ ഇരിക്കും, ഓരോരുത്തർക്കും ഓരോ ഭാഗല്ലേ തരണ്ടേ, ഇരിക്കുന്നു. അപ്പൊ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഭക്ഷണം വേണം. ഏതെങ്കിലും ഒരാൾ അങ്ങാടിയിൽ പോയിട്ട് ഭക്ഷണം വാങ്ങിക്കൊണ്ട്. അപ്പൊ ആരാ പോക എന്നുള്ള വിഷയത്തിൽ തർക്കം വന്നപ്പോ അതിന് നറുക്ക് വീണ ആള് പോയി അങ്ങാടിയിലേക്ക് പോയി. നല്ല ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരാൻ പോയി. ഭക്ഷണം വാങ്ങാൻ വേണ്ടി ഒരാളെ പറഞ്ഞയച്ചു. അങ്ങനെ ഭക്ഷണം വാങ്ങി വരുന്ന ആള് തീരുമാനിച്ചു, ഈ ഭക്ഷണത്തിൽ അല്പം വിഷം ചേർത്തിട്ട് രണ്ടാൾക്കും വേഗം തിന്നാൻ കൊടുത്തിട്ട് ഞാൻ പിന്നെ തിന്നോളാം. അവർ രണ്ടുപേരും ഭക്ഷിക്കുമ്പോ വിഷം കലത്തിയിട്ടില്ലേ, അവരങ്ങ് ഇത് ഭക്ഷിച്ചുകൊണ്ട് മരിച്ചു പോകും. അപ്പൊ ആ സ്വത്ത് മുഴുവനും എനിക്ക് കിട്ടും. കണ്ട, ഭക്ഷണം വാങ്ങാൻ പോയി ഭക്ഷണം കൊണ്ടുവരുന്ന ആള് തീരുമാനിക്കുന്ന അങ്ങനെയാ, ഈ ഭക്ഷണത്തിൽ അല്പം വിഷം ചേർത്തിട്ട് ഈ രണ്ടാളെ കൊണ്ടും തീറ്റിക്കണം. അവര് തിന്നു കഴിഞ്ഞാൽ അവര് മരിച്ചു പോകും, വിഷം കലർന്നിട്ടില്ലേ, അവര് ചത്തുപോകും. അപ്പൊ ആ സ്വത്ത് മുഴുവനും എനിക്ക് കിട്ടും. ഒരാളെങ്ങനെ പറഞ്ഞയച്ചപ്പോ രണ്ടാളും കൂടി ഇവിടെ നിന്നുള്ള ചർച്ച, നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു പണി ചെയ്യാ, അയാള് ആ ഭക്ഷണവുമായിട്ട് ഇങ്ങോട്ട് വരുമ്പോ
നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് അയാളങ്ങ് കൊന്നു കളയണം. എന്നാ നമുക്ക് പകുതിയും പകുതിയും ആക്കാലോ ഈ സ്വത്ത്. 1/3 ഭാഗമല്ലല്ലോ കിട്ടുക, കുറച്ചുകൂടി ഏറെ കിട്ടൂലേ. അതുകൊണ്ട് അയാളെ വരുമ്പോ നമ്മളെ ഭക്ഷണം കൊണ്ടുവരുന്ന ആളെ നമുക്ക് രണ്ടുപേർക്കൊന്ന് കൊന്നു കളയാം, എന്നിട്ട് ഈ സ്വത്ത് നമുക്ക് ബാധിച്ചെടുക്കാം. ഭക്ഷണവുമായിട്ടൊരാള് വന്നു. സുബ്ഹാനല്ലാഹ്, ഭക്ഷണവുമായിട്ട് വരുന്ന ആളെ ബേക്കി ഇവിടെ ഇരിക്കുന്ന രണ്ടാളും കൂടിയിട്ടങ്ങ് കൊന്നു കളഞ്ഞു. എന്നിട്ട് അവർ സ്വത്ത് 2 ഭാഗത്തേക്ക് വീതിച്ചു വെച്ചു. വിഹിതിച്ചു വെച്ചിട്ട് അവർ സന്തോഷപൂർവ്വം പറയുന്നു, ഇനി അയാളെ ശല്യമില്ലല്ലോ, അതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് സ്വത്ത് എടുത്തു പോകാം. ഭക്ഷണം രണ്ടുപേരും കൂടി കഴിച്ചു. രണ്ടുപേരും 2 ഭാഗത്തേക്ക് അങ്ങ് മറിഞ്ഞു വീണു. രണ്ടുപേരും മരിച്ചുപോയി. വേറെ ഒരാൾ ഈ സമ്പത്തിന് വേണ്ടി ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഭക്ഷണം കൊണ്ടുവന്ന ആളെ കൊന്നു കളഞ്ഞു. ഈ സമ്പത്ത് മൊത്തം കിട്ടാൻ മോഹിച്ചുകൊണ്ട് ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊണ്ടുവന്ന ഭക്ഷണം രണ്ടുപേരും കഴിച്ചപ്പോ രണ്ടുപേരും മരണപ്പെട്ടു പോയി. ആർക്കും കിട്ടാതെയായി പോയി. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം അതുവഴിക്ക് ജനങ്ങളെയുമായി വന്നപ്പോ ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ, ഹാദിഹി ദുനിയാ ഫഹ്ദറൂഹാ, ദുനിയാവാണ് ആ നടുവിൽ കാണുന്ന സ്വർണം. നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം സൂക്ഷിക്കണം കേട്ടോ. ഇന്ന ഹാദിഹി ദുനിയാ സുമ്മുൻ ഖാതിൽ, കൊന്നുകളയുന്ന വശമാണ് ഈ ദുനിയാവ്. നിയമപരമായി ജീവിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യൻ ചത്തുപോകും. ദുനിയാവിൽ അഡിക്റ്റായിട്ട് എന്തും ചെയ്തു പോകും. സമ്പത്തിന്റെ ആഗ്രഹം കൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവിലെ ചിത്രത്തില് ഭാര്യ ഭർത്താവിനെ കൊന്നിട്ടില്ലേ? കൊന്നിട്ടുണ്ട്. ഭർത്താവ് ഭാര്യയെ കൊന്നിട്ടില്ലേ? കൊന്നിട്ടുണ്ട്. ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി കുടുംബത്തിലെ മൊത്തം അംഗങ്ങളെ കൊന്നിട്ട് ബാപ്പയെയും ബാപ്പാന ചേട്ടനെയും അനുജനെയും മൊത്തം കൊന്ന് സ്വത്ത് കൈക്കലാക്കാൻ നോക്കിയത് വാർത്ത വന്നിട്ടില്ലേ? ഉണ്ട്. എല്ലാം ഒന്നിന്റെ പേരിലാണ് ദുനിയാവ്. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അവിടെ കണ്ടോ നിങ്ങളൊരു വ്യക്തി, ആ വ്യക്തിയെ ഈ രണ്ടുപേരും കൂടി കൊണ്ടുവന്നതാണ്. അവിടെ ഒരു പാത്രം കണ്ടോ, ആ പാത്രത്തിലുള്ള ഭക്ഷണമുണ്ട്. ആ ഭക്ഷണത്തിൽ വിഷാംശങ്ങൾ കലർത്തിയിട്ട് ഈ രണ്ടുപേരെയും കൊന്നുകളയാനാ മറ്റാൾ ഉദ്ദേശിച്ചത്. അയാളെ കൊന്നിട്ട് സ്വർണം തട്ടാൻ ഉദ്ദേശിച്ച ആളുകൾ സുബ്ഹാനല്ലാഹ് 2 ഭാഗത്തേക്ക് വിഹിതം വെച്ചിട്ട് ഭക്ഷണം കഴിച്ചപ്പോ വിഷാംശമുള്ള ഭക്ഷണം അകത്ത് എന്ന് ഇവരും മരണപ്പെട്ടു പോയി. ദുനിയാവ് അങ്ങനെ ബാക്കിയായി പോയി. 3 പേരും മരിച്ചത് എന്തിനാണ്? 3 പേരും ഇവിടെ ചിന്തിച്ചത് എന്തിനാണ്? 3 പേരും പ്രവർത്തിച്ചത് എന്തിനാണ്? ദുനിയാവിന് വേണ്ടി ജീവിച്ചു, ദുനിയാവിന് വേണ്ടി തല്ലുകൂടി, ദുനിയാവിന് വേണ്ടി മരണപ്പെട്ടുപോയി. ആഖിറത്തിന് വേണ്ടി മരിച്ചു എന്നല്ല, ദുനിയാവിന് വേണ്ടി തർക്കം കൂടി അങ്ങ് മരിച്ചുപോയി. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങളാ കാണുന്ന സ്വർണം ദുനിയാവാണ്. നല്ലോണം ശ്രദ്ധിച്ചോളൂ, നല്ലോണം സൂക്ഷിച്ചോളൂ. ഈസാ നബി അലൈഹിസ്സലാം ജനങ്ങളോട് നിർദ്ദേശം കൊടുക്കുന്നു. ഈ ദുനിയാവിന്റെ ചതിക്കുഴികള് ദുനിയാവ് മാത്രമല്ല. മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചില്ലേ, ഇന്നി ബുലീതു ബി അർബഇ യർമീനനി ഇബ്ലീസു വദ്ദുനിയാ വനഫ്സി വൽഹവാ. 4 പരീക്ഷണങ്ങൾ അല്ലാഹു ദുനിയാവിൽ എനിക്ക് നൽകിയിട്ടുണ്ട്. 4ഉം എന്നെ ഓരോ ഭാഗത്തേക്ക് തൂക്കിയെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽപ്പെട്ട ഒന്നാണ് ഇബ്ലീസ്. ചതിക്കുഴികൾ ഒരുക്കാൻ അവൻ റെഡിയാണ്. നബിയുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വന്നു. ഇബ്ലീസിനെ കണ്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാം, ഇബ്ലീസ് നല്ലൊരു പുതപ്പൊക്കെ പൊതിച്ചാ വന്നിരിക്കുന്നത്. വ്യത്യസ്ത കളറുള്ള ഒരു പുതപ്പ് പൊതിച്ചിട്ടാ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് വന്നത്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് വന്നപ്പോ ഈ പൊതച്ച പുതപ്പ് നിങ്ങൾ ഊരിട്ട് അസ്സലാമു അലൈക യാ മൂസാ എന്ന് സലാം പറഞ്ഞു. ഇബ്ലീസ് അസ്സലാമു അലൈക യാ മൂസാ എന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം സലാം മടക്കുന്നതിന് മുമ്പ് ചോദിച്ചു, മന്നന്ത, നീ ആരാണ്? നീ ആരാണെന്ന് ചോദിച്ചു. അന ഇബ്ലീസു, ഞാൻ ഇബ്ലീസാണ് എന്ന് പറഞ്ഞു. നീയാണോ എനിക്ക് സലാം പറഞ്ഞത്? ഫലാ ഹയ്യാക്കല്ലാഹ്, നിനക്ക് അഭിവാദ്യം അർപ്പിക്കാൻ ഞാനില്ല. കാരണം അല്ലാഹ് ഇൽമു നൽകി ബഹുമാനിച്ച ആദം നബി അലൈഹിസ്സലാമിനെ ഇകഴ്ത്തിയവനാണ് നീ. അല്ലാഹ് ബഹുമാനിച്ചവരെ ഇകഴ്ത്തിയിട്ട് ഹസദ് വെച്ച് സ്വർഗത്തിൽ നിന്ന് പുറത്തു പോരേണ്ടി വന്നവനാണ്.
കിബറ് മൂത്തിട്ടല്ലേ നീ കുഫറിലേക്ക് പോയത്, അതുകൊണ്ട് നിന്നോട് അഭിവാദ്യം പറയാൻ ഞാനില്ല. നീ എന്തിനാണ് എന്റെ അടുത്ത് വന്നത്? എന്തിനാ നീ വന്നിട്ട് സലാം പറഞ്ഞത്? ഈസാ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ജീതു ലിയുസല്ലിമ അലൈക ലിമൻസിലതിക മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് വലിയ സ്ഥാനം കിട്ടിയ ആളല്ലേ നിങ്ങള്, അല്ലാഹ് സംസാരിച്ച മഹാനല്ലേ എന്ന നിലക്ക് സലാം പറയാൻ വേണ്ടി വന്നതാണ്. ഫമല്ലദീ റഅയ്തു അലൈക, നിന്റെ മേൽ ഞാൻ കാണുന്ന കാഴ്ച എന്താണ്? എന്തിനാ നീ പുതപ്പൊക്കെ പുതച്ചിങ്ങനെ വന്നിരിക്കുന്നത്? ഇബ്ലീസ് പറഞ്ഞു, മനുഷ്യന്മാരെ മനസ്സ് പിടിച്ചെടുക്കാനാ. പല കളറിലും ഞാൻ വരും, പല കളറിലെ പുതപ്പല്ലേ ഞാൻ പുതച്ചിരിക്കുന്നത്. അതെന്റെ സ്വഭാവമാണ്. വ്യത്യസ്ത രൂപഭാവങ്ങളിൽ ഞാൻ വരും, വ്യത്യസ്ത മോഹങ്ങളുമായി ഞാൻ വരും. എന്റെ ലക്ഷ്യം ഖുലൂബു ബനി ആദം, മനുഷ്യ മനസ്സുകളെ കീഴ്പ്പെടുത്തുക, റാഞ്ചി എടുത്തു കൊണ്ടുപോകുക, പറ്റിച്ചു കൊണ്ടുപോവുക. അതാണ് എന്റെ ലക്ഷ്യം, അതിനാണ് ഞാൻ വരുന്നത്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഫമദല്ലദീ ഇദാ സനഹുൽ ഇൻസാനു ഇസ്തഹവത അലൈഹി, നീ എന്ത് ചെയ്യും? മനുഷ്യനെ നീ എന്ത് ചെയ്യും? നിനക്കെതിരായിട്ട് മനുഷ്യൻ കാവല് ചോദിച്ചാൽ, നിന്റെ വലയിൽ കുടുങ്ങാതിരിക്കാൻ മനുഷ്യൻ അല്ലാഹുവിനോട് കാവല് ചോദിച്ചാൽ നീ എന്ത് ചെയ്യും? ആ സമയത്ത് ഇബ്ലീസിന്റെ മറുപടി എന്താണെന്നറിയോ? ഇദാ ആജബതുഹു നഫ്സുഹു, ഒരാൾക്ക് തന്നെ വലുതായി തോന്നിയാൽ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ, ഞാനിപ്പോ അത്യാവശ്യം കുഴപ്പമില്ല എന്നൊരാൾക്ക് തോന്നിയാൽ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ തോന്നുന്നട്ടോ, നമ്മളൊക്കെ ദുഅഫാഉന്നാസാണ്, കുറവുള്ളവരാണ്, ഇൽമു കുറഞ്ഞവരാണ്, അമൽ കുറഞ്ഞവരാണ്. അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. ഞാനിപ്പോ അത്യാവശ്യം തിരക്കടില്ല എന്നൊരു തോന്നണ്ട. കാവല് ചോദിച്ചാൽ നീ എന്ത് ചെയ്യുന്നു? മൂസാ നബിന്റെ ചോദ്യം. നിന്റെ പേരിൽ മനുഷ്യന്മാർ കാവല് ചോദിക്കല്ലേ? ഖുൽഅഊദു ബിറബ്ബിന്നാസ് കാര്യമായിട്ട് ഒരാളിൽ നിന്ന് കാവൽ ചോദിക്കാനല്ലേ? ഖുൽഅഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്, ദുർബോധനം നൽകുന്ന, നന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന, ഖന്നാസ് എന്ന് പറഞ്ഞതല്ലേ, നന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന, എല്ലാ നന്മകളിൽ നിന്നും പിറകോട്ട് വലിക്കുന്ന ദുർബോധകന്റെ ശർറിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അല്ലാഹ് ചെറിയ കാവലല്ലല്ലോ ചോദിക്കുന്നത്, മൊത്തം സൃഷ്ടികളുടെ ശർറിൽ നിന്ന് കാവൽ ചോദിക്കുമ്പോ ഒരൊറ്റ വാക്കേ മനുഷ്യൻ പറയുന്നുള്ളൂ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. അല്ലാഹു സൃഷ്ടിച്ചു വെച്ച എല്ലാ സൃഷ്ടിജാലങ്ങളുടെയും ശർറിൽ നിന്ന്, കെടുതിയിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഒരൊറ്റ വാക്കാണ് അല്ലാഹുവിനോട് പറഞ്ഞത്, അഊദു ബിറബ്ബിൽ ഫലഖ്. അല്ലേ? ആ പറഞ്ഞ ആ ഷർറിൽ ഇബ്ലീസും പെട്ടിട്ടുണ്ട്. ദുന്യാവിന്റെ ഷർറ് പെട്ടിട്ടുണ്ട്, എല്ലാം പെട്ടിട്ടുണ്ട്. എല്ലാറ്റിൽ നിന്നും കാവൽ ചോദിച്ചപ്പോ റബ്ബുൽ ഫലഖ് എന്ന് പറഞ്ഞു. ഇബ്ലീസിൽ നിന്ന് കാവൽ ചോദിക്കാൻ അല്ലാഹു തആലാനെ വിശേഷിപ്പിച്ച 3 രൂപത്തിലാണ്. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്. റബ്ബേ, ഇതൊരു ചെറിയ ഷർറല്ല, മൊത്തം നിന്റെ സൃഷ്ടിജാലങ്ങളിലെ ഷർറ് ഞാൻ ചോദിച്ചപ്പോ ഫലക്കിന്റെ റബ്ബായ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്നാ പറഞ്ഞത്. ഇവിടെ റബ്ബിന് ഒരു വിശേഷണം കൊണ്ട് മതിയാക്കുന്നില്ല. റബ്ബുന്നാസ് മലിക്കുന്നാസ് ഇലാഹുന്നാസ്, ജനങ്ങളുടെ റബ്ബ്, ജനങ്ങളുടെ ആരാധ്യൻ, ജനങ്ങളുടെ അധികാരസ്ഥൻ, എല്ലാ നിലക്കും ബഹുമാനത്തോടെ വിളിച്ചിട്ട് ഒരൊറ്റ ഷർറിൽ നിന്ന് ആ കാവൽ ചോദിക്കുന്നത്. മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്. അതുകൊണ്ട് മേലെ പറഞ്ഞ ഷർറിനേക്കാളും അപകടം പിടിച്ചത് ഈ ഒരു ഷർറ് തന്നെ. ഇവിടെ കാവൽ ചോദിക്കുന്നത് ഇബ്ലീസിന്റെ ഷർറിൽ നിന്നാണ്. എത്രമാത്രം വലിയ ബഹുമാനത്തിലാ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നത്. മൊത്തം സൃഷ്ടിജാലങ്ങളിൽ നിന്ന് കാവൽ ചോദിക്കുമ്പോ ബിറബ്ബിൽ ഫലഖ് എന്ന് മാത്രമല്ലേ പറഞ്ഞത്, ഫലഖിന്റെ റബ്ബിനോട് കാവൽ ചോദിക്കുന്നു. ഫലഖ് എന്ന വാക്കിന് വ്യത്യസ്ത താല്പര്യങ്ങളുണ്ട്, അർത്ഥങ്ങളുണ്ട്, ആശയങ്ങളുണ്ട്. അതിന്റെ ഒരു വിവക്ഷയാണ് പ്രഭാതം പൊട്ടി വിടർത്തുന്ന റബ്ബ്. റബ്ബിന്റെ ഒരു ഖുദ്റത്താണ് പഠിപ്പിക്കുന്നത്. ബിറബ്ബിൽ ഫലഖ്, പ്രഭാതം പൊട്ടി വിടർത്തുന്ന റബ്ബ്. മുഴുവനും ഇരുട്ടല്ലേ, ആ ഇരുട്ടിൽ നിന്ന് ഘട്ടം ഘട്ടമായി വെളിച്ചം നൽകി വല്ലാത്തൊരു തുറസല്ലേ അല്ലാഹു നൽകുന്നത്. ചിന്തിക്കാനും പഠിക്കാനും അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാനും വലിയൊരു വിശേഷണമാണ്.
ബിറബ്ബിൽ ഫലഖ്. ഒന്നിനെ മറ്റൊന്നിലേക്ക് പിളർത്തി കൊടുക്കുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ചെറുതല്ലല്ലോ. മനുഷ്യൻ ഉപകരണങ്ങളുമായി മണ്ണിന്റെ അടിയിലേക്ക് മനുഷ്യൻ ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുമ്പോ വെള്ളമുള്ള ഭാഗത്തേക്ക് ആ മാന്തൽ എത്തിക്കുന്നത് റബ്ബല്ലേ? വെള്ളം കീറിക്കൊടുക്കുന്നവൻ അവനല്ലേ? എത്ര കിണർ കുഴിച്ചാലും എത്ര കുഴൽ കിണർ കുഴിച്ചാലും വെള്ളമുള്ള ഭാഗത്തേക്ക് ആ ഉപകരണം എത്തിക്കൊണ്ട് ഒന്ന് കീറിക്കൊടുക്കുമ്പോ വെള്ളം പുറപ്പെടുവിച്ചു കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. അവൻ റബ്ബുൽ ഫലഖാൻ. ആ നിലക്ക് കാവൽ ചോദിക്കുമ്പോ മൊത്തം സൃഷ്ടിജാലങ്ങളിലെ കെടുതിയെ പറ്റി ചോദിക്കുമ്പോ ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ് കുറച്ചുകൂടി ഗൗരവമുള്ളത്. മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, നിന്റെ പേര് പറയുമ്പോഴേക്ക് അല്ലാഹുവിനോട് മനുഷ്യന്മാര് കാവൽ ചോദിക്കല്ലേ? അവര് കാവൽ ചോദിച്ചാൽ നീ എന്ത് ചെയ്യും? ആ സമയത്ത് ഇബ്ലീസിന്റെ മറുപടി, ഇദാ അജബതുഹു നഫ്സുഹു, സ്വന്തത്തിൽ അവന് വലുതായി തോന്നിയാൽ, വസ്തക്സറ അമലുഹു, അമലിങ്ങനെ അധികരിച്ചു വന്നാൽ, നസിയ ദുനൂബഹു, പാപങ്ങളെ മറന്നുപോയാൽ, ഇസ്തഹ്വൽതു അലൈഹി, ഞാൻ അവനെ പിടിക്കാൻ നോക്കും, അവന്റെ മേൽ ഞാൻ അധികാരം സ്ഥാപിക്കാൻ നോക്കും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ദോഷങ്ങൾ മറക്കാൻ പാടില്ല, ദോഷങ്ങൾക്കുള്ള ഇസ്തിഗ്ഫാർ നിർത്താൻ പാടില്ല. എത്ര കരഞ്ഞുകൊണ്ട് ചോദിച്ചാലും എത്ര തവണ ഇസ്തിഗ്ഫാർ ചോദിച്ചാലും റബ്ബ് തആല പുറത്തു തന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പ് കിട്ടിയിട്ടില്ലല്ലോ. ഒരു നബിയും നമ്മോട് വന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഒരു മലക്കും വന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് വൈകല്യങ്ങളും മറക്കാവതല്ല. എത്ര അമല് നീ ചെയ്താലും, എത്ര നിസ്കാരം നിസ്കരിച്ചാലും, എത്ര തോന ഖുർആൻ ഓതിയാലും, എത്ര തവണ സ്വലാത്ത് ചൊല്ലിയാലും, എത്ര തവണ സ്വതക്ക കൊടുത്താലും അധികമായി ഇത് തോന്നിപ്പോകണ്ട. നിനക്കല്ല ധാരാളം ഇൽമു തന്നാൽ, ധാരാളം സന്തോഷങ്ങൾ തന്നാൽ, ധാരാളം ആഫിയത്ത് തന്നാൽ ഞാൻ തിരക്കേടില്ല എന്നൊരു തോന്നല് തോന്നിപ്പോകണ്ട. ഈ മൂന്ന് തരത്തിലുള്ള ചിന്താഗതികൾ വരുമ്പോ ഇസ്തഹ്വൽതു അലൈഹി, മനുഷ്യന്റെ മേൽ ഞാൻ അധികാരം സ്ഥാപിക്കുമെന്ന് കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിനോട് ഇബ്ലീസ് പറയാൻ. ഈ മൂന്നാലൊരു ലെവലില് മനുഷ്യൻ ഏർപ്പെട്ടു പോയാൽ ഒന്നുകിൽ അവന്റെ പാപങ്ങൾ മറന്നു. പാപങ്ങൾ മറക്കാൻ പാടില്ല, ഒരു കാലത്തും പാപങ്ങൾ മറക്കാൻ പാടില്ല. എത്ര മുമ്പ് ചെയ്താണെങ്കിലും ആ വിഷയത്തെ പറ്റി നമുക്ക് ചിന്ത വേണം, തൗബ വേണം, ഇസ്തിഗ്ഫാർ വേണം. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ഒരു ചെറിയ പണക്കുണ്ടായി. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീൽ കൊണ്ടുവരുന്ന ഹദീസാണ്. സത്യം ചെയ്ത് പറഞ്ഞു, ഞാൻ മിണ്ടൂലാന്ന്. അബ്ദുല്ലാഹ് സുബൈർ തങ്ങളോട് ഞാൻ മിണ്ടൂലാന്ന് പറഞ്ഞു. മിണ്ടൂല എന്ന് പറഞ്ഞത് പിന്നെ മിണ്ടലാണ് ഖൈറെന്ന് തോന്നിയപ്പോ ഈ സത്യം പൊളിച്ചു. മിണ്ടി സത്യം പൊളിച്ചു പോയാൽ പിന്നെ കഫാറത്ത് കൊടുക്കണം. എന്താ കഫാറത്ത് കൊടുക്കേണ്ടത്? ഒരു സത്യം ചെയ്തിട്ട് ആ സത്യം പൊളിക്കലാണ് ഖൈറെന്ന് തോന്നിയാൽ പൊളിക്കണം. ഞാൻ സത്യം ചെയ്തതില്ല, ഞാൻ അതിൽ തന്നെ ഉറച്ചു കെട്ട് തീരുമാനിക്കരുത്. പൊളിക്കലാണ് ഖൈറെങ്കിൽ പൊളിക്കണം. മഹദി അത് പൊളിച്ചു. പലരും റെക്കമെൻഡ് ചെയ്തപ്പോ അബ്ദുല്ലാഹ് സുബൈർ റളിയല്ലാഹുവിനോട് സംസാരിച്ചു. കഫാറത്ത് കൊടുക്കണം, ഒരു അടിമയെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ 10 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് വസ്ത്രം കൊടുക്കണം. ഇതൊന്നും ആകൂലെങ്കിൽ 3 ദിവസം നോമ്പ് നോൽക്കണം. അങ്ങനെയല്ലേ അല്ലാഹു തആല പഠിപ്പിച്ചത്? ഈ ഒരൊറ്റ വിഷയത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ 40 അടിമകളെ മോചിപ്പിച്ചു. എത്ര അടിമകളെ? 40 അടിമകളെ. ഒരൊറ്റ വിഷയത്തിൽ ഒരടിമയെ മോചിപ്പിച്ചാൽ മതി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരു ഗൗരവമുള്ള അമല് നോക്ക് നിങ്ങൾ. ഞാനൊരു സത്യം ചെയ്തിട്ട് ആ സത്യം പൊളിച്ചു പോയല്ലോ, എന്റെ ആ സംഗതി പൊളിച്ചത് അല്ലാഹു തആല എനിക്ക് പൂർണ്ണമായും മാപ്പാക്കി തരാൻ 40 അടിമകളെ മോചിപ്പിച്ചു. ഹദീസിൽ കാണാം, പിൽക്കാലത്ത് ഈ സംഭവം എപ്പോ പറഞ്ഞാലും മഹദി കരയും, പൊട്ടിക്കരയും. കരഞ്ഞിട്ട് മുഖമക്കന മുഴുവനും നനയാറുണ്ട്. എനിക്കിനി കരയേണ്ട, ഞാൻ അന്നങ്ങനെ കഫാറത്ത് കൊടുത്തില്ലേ എന്നുള്ള ചിന്തയല്ല, ഞാൻ അന്നങ്ങനെ മോചിപ്പിച്ചില്ലേ എന്നുള്ള ചിന്തയല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല
ശരിയല്ലേ? റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് മാപ്പ് തന്നില്ലെങ്കിലോ എന്നത് വലിയ ഭക്തിയുള്ള ചിന്തയാണ്, ഗൗരവത്തോടുകൂടെയുള്ള പേടിയാണ്. അപ്പൊ ആ പേടി കൊണ്ട് പിന്നീടും പിന്നീടും ചിന്തിച്ച് ആലോചിച്ച് കരയാം. അതുകൊണ്ടാണ് ദോഷങ്ങൾ ചെയ്തതൊരു കാലത്തും മറക്കാൻ പാടില്ല. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ. എപ്പോൾ ദ്വാരക്കുമ്പോഴും ഇഖ്ലാസോടെ നമ്മൾ ആമീൻ പറയണം. ഏത് ദ്വാ കൊണ്ട് അള്ളാഹ് മഗ്ഫിറത്ത് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ആര് ദ്വാരക്കാണെങ്കിലും, ചെറിയൊരു കുട്ടി ദ്വാരക്കാണെങ്കിലും, ഒരു സാധാരണക്കാരൻ ദ്വാരക്കാണെങ്കിലും, ഒരു ആലിമ് ദ്വാരക്കുമ്പോഴും സയ്യിദ് ദ്വാരക്കുമ്പോഴൊക്കെ നമ്മളെ പാപത്തിന്റെ ഭാരമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. എത്ര അമൽ ചെയ്താലും ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നല്ലേ മഹാന്മാരുടെ ഭാഷ. പിശാച് തിരുത്തുന്ന സ്വാധീനം എങ്ങനെയാണ്? ഞാൻ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്, ഇവിടെ 10-20 ഉറൂസിന് ഞാൻ സംബന്ധിച്ചിട്ടുണ്ട്, ഞാൻ ആ ഉറൂസിനൊക്കെ ഞാൻ എന്റെ കഥ പറയട്ടെ, ഉദാഹരണം പറയാം, ഓരോ ഉറൂസിനും ഞാൻ ഇത്രയും കൊടുത്തിട്ടുണ്ട് എന്നൊന്നും ചിന്ത വേണ്ട. അത് കബൂൽ ചെയ്യാൻ വേണ്ടി അള്ളാഹിനോട് ദ്വാരുന്നാ മതി. അള്ളാഹ് സ്വീകരിച്ച് കിട്ടാൻ വേണ്ടി ദ്വാരുന്നാ മതി. അധികം ചെയ്തു എന്നുള്ളൊരു ചിന്ത വരരുത്. ഞാൻ അത്യാവശ്യം തിരക്കേടില്ലാത്ത ആളാണ് എന്ന് തോന്നൽ വരരുത്. ആർക്കുണ്ട് ഉറപ്പ് നമ്മൾ തിരക്കേടുള്ള ആളാണ്? നമ്മളെ ആഖിബത്ത് ആര് കണ്ട്? അള്ളാഹു നന്നാക്കി തരട്ടെ. ഇങ്ങനെ മൂന്നാലൊരു ചിന്ത വന്നാൽ ഞാൻ അവനിൽ സ്വാധീനം ചെലുത്തും. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഉഹദ്ദിറുക സലാസൻ, 3 കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ഭയപ്പെടുത്തി അറിയിക്കുന്നു. ശരിക്കും ശ്രദ്ധിക്ക്, ഇബ്ലീസ് വരുന്ന 3 രൂപങ്ങൾ. ഉഹദ്ദിറുക സലാസൻ, സഹോദരിമാരുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തു വിടുന്നുണ്ട്, നല്ല സംഭാവന കൊടുക്കുക. ഉഹദ്ദിറുക സലാസൻ, 3 കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ സൂക്ഷിക്കാൻ പറയുന്നു. മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞ നിർദ്ദേശം നമുക്കും ബാധകമാണ്. ലാ തഖ്ലു ബിംറാത്തിൻ ലാ തഹില്ലു ലക. മൂസാ നബിയേ, നിങ്ങൾക്ക് അല്ലാഹ് ഹലാലാക്കി തന്നിട്ടില്ലാത്ത ഒരു പെണ്ണിനോടും കൂടെ നിങ്ങൾ ഒറ്റക്ക് ആകരുതേ. അത് ഒരു സ്കൂളിലാണെങ്കിലും ശരി, ഒരു നേർച്ച പരിപാടിയിലാണെങ്കിലും ശരി, ഒരു സൽക്കാരത്തിലാണെങ്കിലും ശരി, ഒരേ വാഹനത്തിലെ യാത്രയിലാണെങ്കിലും ശരി, അല്ലാഹ് ഹലാലാക്കി തരാത്ത ഒരു പെണ്ണിനോടുകൂടെ നിങ്ങൾ തനിച്ചു പോകല്ല. ലാ തഖ്ലു ബിംറാത്തിൻ ലാ തഹില്ലു ലക. അല്ലാഹ് നിങ്ങൾക്ക് ഹലാലാക്കി തരാത്ത ഒരു പെണ്ണിനോട് നീ ഒറ്റക്കാകരുത്. ഫഇന്നഹു മാ ഖലാ റജുലുൻ ബിംറാത്തിൻ ലാ തഹില്ലു ലഹു ഇല്ലാ കുന്തു സ്വാഹിബഹു. ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, അല്ലാഹ് നമുക്ക് ഹലാലാക്കി തരാത്ത ആണ് പെണ്ണിനോടുകൂടെ നമ്മൾ തനിച്ചാകുമ്പോ ഇബ്ലീസ് പറയുന്നു, ഇല്ലാ കുന്തു സ്വാഹിബഹു, ഞാൻ അവന്റെ കൂട്ടുകാരനാണ്, ഞാൻ അവനോട് സഹവസിക്കുന്നവനാണ്. ദൂന അസ്ഹാബി, എന്റെ ശിഷ്യന്മാരെ അല്ല ഞാൻ വിടുന്നത്, ഞാൻ തന്നെ ഡയറക്റ്റ് ആയി ചെല്ലുകയാണ്. അഫ്തതിനുഹു ബിഹാ, ആ പുരുഷനെ, ആ പെണ്ണിനെ കൊണ്ട് ഞാൻ ഫിത്നയിലാക്കും. കുറച്ചു നേരം കൂടി സംസാരിച്ചോ എന്ന് പറയും. സംസാരിച്ചു കഴിയുമ്പോ നിന്റെ മനസ്സിലുള്ള മുറാദൊന്ന് ചോദിച്ചു നോക്ക് എന്ന് പറയും. അപ്പൊ ആ ചെറുപ്പക്കാരൻ പറയും, ഞാനൊന്ന് തൊട്ടു നോക്കട്ടെ. തൊട്ടോളതിന് തകരാറൊന്നുമില്ലല്ലോ, തൊടുന്നതല്ലേ, ഞാനൊന്ന് ചുംബിച്ചോട്ടെ എന്ന് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയും. നമ്മൾ ഒരുമിച്ചൊന്ന് ഫോട്ടോ എടുത്താലോ എന്ന് പറയും. ഒരുമിച്ചൊരു സ്ഥലത്ത് പോയി ഭക്ഷണം കഴിച്ചാലോ എന്ന് പറയും. ഒരുമിച്ചൊരു ബീച്ചിൽ പോയി ഇരുന്നാലോ എന്ന് പറയും. എല്ലാ ഫിത്നക്കും ഞാൻ അവരെ കൂടെയുണ്ട്. അതുകൊണ്ട് അന്യരായ ഒരു പെണ്ണിനോടും കൂടെ ഒറ്റക്ക് ആയി പോകല്ല. അവിടെയെല്ലാം ഇബ്ലീസ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ട ഫിത്ന മുഴുവനും ചെയ്യും. മൂസാ നബി അലൈഹിസ്സലാമിനോട് 3 കാര്യങ്ങൾ സൂക്ഷിക്കാൻ പറഞ്ഞതിൽ ഒന്നാമത്തതാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉപ്പമാരോട് പറയട്ടെ, ഒരിക്കലും നിങ്ങളെ മൂത്ത മകന്റെ ഭാര്യയെ, നിങ്ങൾ ആ ഭാര്യയുടെ ഇളയ ആളായ ഭർത്താവിന്റെ അനുജന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വിട്ടുകൂടാ. അവിടെ പുഴയെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കാറിൽ വിട്ടുകൂടാ. ഒരു കാറിലല്ലേ ഉസ്താദേ,
അയാളും അവളും തനിച്ചല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു വീട്ടിലുള്ള ആൾക്കാരെന്നല്ലേ. ഇതിനേക്കാളും വലിയ ബഹുമാനവും തഖ്വയും ഇൽമുമുള്ള മഹാന്മാരായ സ്വഹാബ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അന്നത്തെ കാലത്ത് ചോദിച്ചിട്ടുണ്ട്. ഭർത്താവിന്റെ ബന്ധുക്കള് ഭർത്താവിന്റെ ഭാര്യയോട്, അതേ ഭർത്താവിന്റെ ഭാര്യയോട് ആ ഭർത്താവിന്റെ ബന്ധു വീട്ടുകാര്, ഉദാഹരണം പറഞ്ഞ സഹോദരന്മാര്, അല്ലെങ്കിൽ എളാപ്പ മൂത്താപ്പമാരുടെ മക്കള്, അല്ലെങ്കിൽ അമ്മാവന്മാരുടെ മക്കള് ആ പെണ്ണിനോട് ഇടപഴകുന്നതോ, തങ്ങളതിന് ഉത്തരം പറഞ്ഞത് അൽഹംദു അൽ മൗത്ത്. ആ ബന്ധുക്കൾ ഇടപഴകുന്നത് മരണതുല്യമാണ്. മരണത്തെ പേടിക്കും പോലെ, മരണത്തെ സൂക്ഷിക്കും പോലെ സൂക്ഷിക്കേണ്ടതാണ്. ആരാണ് ഈ ചോദിക്കുന്നത്? ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കളായ സ്വഹാബത്താണ്. അവരോടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി. ഉസ്താദേ, എന്റെ വീട്ടിൽ അങ്ങനൊന്നും സംഭവിക്കൂലാന്ന് തീർച്ചപ്പെടുത്തി പറയാൻ ഇവിടെ ഒരാൾക്കും കഴിയൂല. സൂക്ഷ്മതയുടെ മാർഗങ്ങളിൽ നമ്മൾ ഒരു നിലക്കും നിരാശരായി പോകരുത്. നമ്മൾ അതിൽ വിട്ടുവീഴ്ച കാണിക്കുന്നവരാകരുത്. അതെ, മൂത്ത മകന്റെ ഭാര്യയെ വീട്ടിലേക്ക് പറഞ്ഞേക്കുന്നത് ആരുടെ കൂടെയാണ്? ഇളയ മകന്റെ കൂടെയോ? പറ്റൂല. ഈ ഉപ്പ കൂടെ പോയിക്കോട്ടെ, ഉപ്പ മെഹറമാണ്. ഉപ്പ കാണുന്നതിനും അടുത്തിരിക്കുന്നതിനും വിരോധമില്ല. ഉപ്പക്ക് നൽകാൻ കഴിയുന്ന പ്രൊട്ടക്ഷന് ആ ചെറുപ്പക്കാരന് കൊടുക്കാൻ പറ്റൂല. ഉപ്പക്ക് ആ പെണ്ണിനെ പറ്റി പരിരക്ഷ കൊടുക്കാൻ പറ്റുന്നത് പോലെ, സംരക്ഷണം കൊടുക്കാൻ കഴിയുന്നത് പോലെ ഈ ഭർത്താവിന്റെ അനുജന് കൊടുക്കാൻ കഴിയൂല. പരിധിയും പരിമിതിയും ഇല്ലേ? അല്ലെങ്കിൽ ഉമ്മ കൂടെ പോകട്ടെ, അല്ലെങ്കിൽ പെങ്ങന്മാര് പോകട്ടെ. കൂടെ ചേരാൻ പറ്റാത്ത ഒരാളെയും കൂടെ പറഞ്ഞു വിട്ടുകൂടാ. അത് ഹോസ്പിറ്റലിലേക്കാണെങ്കിലും ശരി, സൽക്കാരത്തിലാണെങ്കിലും ശരി, കല്യാണത്തിലേക്കാണെങ്കിലും ശരി, നേർച്ചയിലേക്കാണെങ്കിലും ശരി, ഉറൂസിലേക്കാണെങ്കിലും ശരി, സിയാറത്തിനാണെങ്കിലും ശരി, ഏതേത് മേഖലയിലാണെങ്കിലും ഒരന്യ ആണും അന്യ പെണ്ണും തമ്മിൽ തനിച്ചുകൂടാ. ബാപ്പയും ഉമ്മയും ഹോസ്പിറ്റലിൽ പോകാണ്. ആ പുരയിൽ മരിയോളുണ്ട്. പിന്നെ ആരാ പുരയിലുള്ളത്? ആ പുരയിലുള്ളത് ഈ പെണ്ണിന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല. ആ പെണ്ണിന് സംസാരിക്കാനും എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനും പറ്റുന്ന മെഹറമുകൾ ആരുമില്ല. എന്നാൽ ആരെങ്കിലും ഒരാൾ അവിടെ നിൽക്കണം. അല്ലെങ്കിൽ ആ പെണ്ണിനെയും പോകുന്ന വണ്ടിയിൽ കൂടെ കയറ്റിക്കൊണ്ടോണം. ഇതിന് അതെ, നമ്മളെ പുരക്കാരൊക്കെ മറ്റേ നമുക്ക് സംശയം തെറ്റിദ്ധാരം ഉണ്ടാകാൻ പാടുണ്ടോ? തെറ്റിദ്ധാരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സംശയങ്ങൾ വരാതിരിക്കാനാണ് സൂക്ഷ്മത എന്ന് പറഞ്ഞത്. പിന്നീട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കാനാണ്, ചതിയിൽ പെടാതിരിക്കാനാ സൂക്ഷിക്കാൻ പറയുന്നത്. ആദ്യം തന്നെ നമ്മളോട് ശ്രദ്ധിക്കാനോ സൂക്ഷിക്കാനാ പറയുന്നത്. ഒരുപക്ഷെ ഞാൻ അവിടെ ഉള്ള എല്ലാരും കുറ്റപ്പെടുത്തല്ല. ആ പെണ്ണിനോ ആണിനോ ഏതെങ്കിലും ഒരാൾക്ക് ഫിത്ന പിശാച് തോന്നിപ്പിച്ചാലോ, ശൈത്താൻ തോന്നിപ്പിച്ചാലോ ഒന്ന് സംസാരിക്കാൻ, ഒന്ന് അടുത്തിരിക്കാൻ, ഒന്ന് അടുത്തിടപഴകാൻ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതിന് അവസരങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് ബാപ്പയും ഉമ്മയും പുരേന്ന് പോകുമ്പോ മരിയോൾ ഒറ്റക്കാണ്. പിന്നെ അവിടെ ഉള്ള ഭർത്താവിന്റെ അനുജനാണ്. എന്നാൽ രണ്ടുപേരും പോകരുത്, ഒരാൾ അവിടെ നിൽക്കണം. ഒന്നെങ്കിൽ ബാപ്പ അവിടെ വേണം, അല്ലെങ്കിൽ ഉമ്മ അവിടെ വേണം. നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം സൂക്ഷിക്കണം ആ മേഖല. ഞാനത് പരത്തി നീട്ടി പറയുന്നില്ല, എല്ലാ ഭാഗങ്ങളും ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മുടെ സമൂഹത്തിന് അപജയം സംഭവിക്കുന്ന ഒരു വലിയ വിപത്ത് സംഭവിക്കുന്ന ഒരു മേഖല കാര്യമായിട്ടും ഇതാണ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് 3 കാര്യങ്ങൾ സൂക്ഷിക്കണമെന്ന് ഇബ്ലീസ് പറഞ്ഞപ്പോ ആദ്യമായി എണ്ണി പറഞ്ഞ ഇതാണ്. രണ്ടാമതായി പറഞ്ഞു, വലാ തുആഹിദുല്ലാഹ അഹദൻ ഇല്ലാ വഫൈത ബിഹി. അല്ലാഹുവിനെ മുൻനിർത്തിയിട്ട് നിങ്ങൾ എന്ത് കരാർ ചെയ്യുന്നുണ്ടോ, എന്ത് നേർച്ചയാക്കുന്നുണ്ടോ, എന്ത് വാഗ്ദാനങ്ങൾ ചെയ്യുന്നുണ്ടോ, മുഴുവനും പൂർത്തിയാക്കണേ. ഏതെങ്കിലും ഒരാള് അള്ളാഹനെ മുൻനിർത്തി ഒരു സത്യം ചെയ്തു, അല്ലെങ്കിൽ ഒരു വാഗ്ദാനം ചെയ്തു, അല്ലെങ്കിൽ ഒരു ഓഫർ ചെയ്തു, അല്ലെങ്കിൽ ഒരു കരാറ് ചെയ്തു, അല്ലെങ്കിൽ ഒരു നേർച്ച ചെയ്തു, കുന്തു സ്വാഹിബഹു ഇല്ലാ കുന്തു സ്വാഹിബഹു, ഞാൻ അവന്റെ കൂട്ടുകാരനായി എത്തിയിട്ട് ഹത്താ ഹൂല ബൈനഹു വ ബൈനൽ വഫാ, ഞാൻ
അവന്റെയും അത് പൂർത്തിയാക്കുന്നതിന്റെയും ഇടയിൽ മറയിടും. ഇക്കൊല്ലം കൊടുക്കണ്ട അടുത്ത കൊല്ലം കൊടുക്കാ, ഇക്കൊല്ലം പോകണ്ട അടുത്ത കൊല്ലം പോകാ, ഇപ്പൊ കുറച്ച് പ്രതിസന്ധികളൊക്കെ അല്ല പിന്നെ ആകാ, ഇപ്പൊ തന്നെ കൊടുത്തോണമെന്നില്ല, ഇനി എത്ര കാലമുണ്ട്, എഴുതി വെച്ചാൽ മതി, കുടുംബങ്ങൾ ആരെങ്കിലും കൊടുത്തോളും, ഞാനത് മറയിട്ട് പോകും. അള്ളാനെ മുൻനിർത്തിയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? പിന്തിരിയാൻ പാടില്ല, അത് പൂർത്തിയാക്കി വിട്ടണേ. പിന്തിരിക്കാൻ പാടില്ല. പിന്തിരിപ്പിന് അവന് വരൂലേ? നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു സ്വത്ത് മുഴുവനും കുടുംബത്തിനും മക്കൾക്കും വീതം വെച്ചു കൊടുത്തു. ബൽഖ് നാട്ടിലെ രാജാവല്ലേ മഹാനവർകൾ. സ്വത്ത് വീതം വെച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സാഹിദായി ഇറങ്ങുമ്പോ കുറെ ദൂരം മഹാനവർകൾ നടന്നുപോയൊരു കാട്ടിന്റെ ഉള്ളിലെത്തിയപ്പോ മുന്നിൽ വന്നിട്ട് ഒരാൾ പറയുന്നു, നിങ്ങൾ എന്ത് പൊട്ടനാണ്, നല്ല സുഖവും സൗകര്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ ഈ ആരുമില്ലാത്ത സ്ഥലത്തേക്ക് ഓടിപ്പോകേ? മക്കത്തേക്ക് നിങ്ങളെ നോക്കാൻ ആരാണ് അവിടെ ഉള്ളത്? ഭക്ഷണം തരാൻ ആരാണ് അവിടെ ഉള്ളത്? നിങ്ങൾക്കൊരു അബദ്ധം സംഭവിച്ചതല്ലേ, ആരും പ്രശ്നമാക്കൂല, പോയൊന്ന് തിരുത്തിക്കോ, കുടുംബത്തോടൊപ്പം ജീവിച്ചോ. എത്ര സന്തോഷങ്ങളാ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. മക്കളെയും പേരമക്കളൊക്കെ കണ്ട് ജീവിക്കണ്ടേ? മഹാനവറുകൾ ചിന്തിക്കുന്നു, അല്ലാ നിന്നോടല്ലേ ഞാനൊരു വാക്ക് പറഞ്ഞത്, ആ വാക്കിനെതിരായിട്ട് ആര് വന്നെന്നെ സ്വാധീനിച്ചാലും ആര് വന്നെന്നെ പിന്തിരിച്ചാലും ഞാൻ അതിൽ നിന്ന് മാറൂല. തറക്തുൽ ഖൽഖ തുറം ഫീ ഹവാക വഅയ്തംതുൽ ഇയാല ലികൈ അറാക. എല്ലാവരെയും വെടിഞ്ഞ് അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ലക്ഷ്യമാക്കിയിട്ടാ ഞാൻ എന്റെ രാജാധികാരം ഒഴിഞ്ഞു വന്നത്. ഞാൻ എന്റെ മക്കൾക്കും കുടുംബത്തിനുള്ള വിഹിതങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അവരെ പട്ടിണിയിലാക്കിയിട്ടില്ല. നിന്നെ കാണാൻ മോഹിച്ചാണ് റബ്ബേ ഞാൻ വന്നത്, ആ കരാറിൽ നിന്ന് ഞാൻ മാറൂല. പിന്നെയും ഇബ്രാഹിം നദം റളിയല്ലാഹുവിന്റെ മുന്നിൽ പിന്നെയും ഇയാള് വന്നു. ഇബ്രാഹിം നദങ്ങൾക്ക് മനസ്സിലായി ഇത് ശൈത്താനാണെന്ന്. ഒരൊറ്റ ആട്ടലങ്ങ് വെച്ചു കൊടുത്തു. നീ നിന്റെ പണി നോക്കിപ്പോയിക്കോ, എന്നതിന് കിട്ടൂല. ഭാര്യമാരില്ലേ, കുടുംബമില്ലേ, മക്കളില്ലേ, കൊട്ടാരല്ലേ അള്ളാഹു തആല തന്നത്? എത്ര സുഖത്തിലായിരുന്നു നിങ്ങള്. ഒരൊറ്റ ദിവസത്തെ ചിന്ത കൊണ്ട് നിങ്ങൾ ഇങ്ങനെ മാറിപ്പോരാൻ പറ്റുമോ? നിങ്ങളല്ല ബുദ്ധിയുള്ള മനുഷ്യനല്ലേ? എന്തെല്ലാമാണ് വന്ന് പറയുന്നത്. ഇബ്രാഹിം നദം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കും. വർഷങ്ങൾക്ക് ശേഷം മക്കയിൽ ശിഷ്യന്മാരോടുകൂടെ ഹജ്ജിന് വന്നപ്പോ മഹാനവറുകൾ വീട്ടിൽ നിന്ന് കൊട്ടാരത്തിൽ നിന്ന് വരുമ്പോ ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടിയുണ്ട്, ആൺകുട്ടി വളർന്ന് വലുതായി. ആ കുട്ടി ഹജ്ജിന് വന്നിട്ടുണ്ട്. മത്താഫിൽ തവാഫ് ചെയ്യുന്ന ആൾക്കാരെ കൂട്ടത്തില് ഈ കുട്ടി ഇങ്ങനെ ദിക്റും ചൊല്ലിയിട്ട് ഇങ്ങനെ നടക്കുന്ന ഇബ്രാഹിം നദം റളിയല്ലാഹു അൻഹു കണ്ടു. ഒരു നോട്ടം ഇങ്ങനെ നോക്കിയിട്ട് മഹാനവറുകൾ പൊട്ടിക്കരഞ്ഞുപോയി. ശിഷ്യന്മാർ ചോദിച്ചു, എന്താ ഉസ്താദേ കരയുന്നത്, എന്താ പ്രശ്നം? ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞ കരാറിൽ നിന്ന് മാറിപ്പോകുമോ എന്ന് എനിക്ക് പേടിയാകുന്നു. എന്റെ മോന് മത്താഫ് ചെയ്യുന്ന ത്വാഫ് ചെയ്യുന്ന ഒരാൾക്കാരുടെ കൂട്ടത്തിൽ എന്റെ മോനെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ അവരൊക്കെ വെടിഞ്ഞു വന്നതല്ലേ. ഞാൻ ഇപ്പൊ എന്റെ മോന്റെ അടുത്തേക്ക് പോകുകയാണെങ്കിൽ പഴയ അവസ്ഥയിലേക്ക് എന്നെ പോയി പോകുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പോയിട്ട് എന്റെ ഒരു സലാം പറയണേ, ഞാൻ ആ മകന് ദ്വാരക്കുന്നുണ്ട് എന്നും പറയണേ. എനിക്ക് ആ മകന്റെ കൂടെ ഇനി ഒരു പക്ഷേ ദുനിയാവെന്ന് ജീവിതം കിട്ടിയെന്ന് വരില്ല, എന്നാലും ആഖിറത്തിൽ വെച്ച് ഒരുമിച്ച് കൂടാമല്ലോ. ഞാൻ അല്ലാഹുവിനോട് പറഞ്ഞ കരാർ അങ്ങനെയല്ലേ, അത് പൊളിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. മുരീദന്മാരിൽപ്പെട്ട ഒരാൾ പോയിട്ട് പറഞ്ഞു, നിങ്ങളെ ഉപ്പ. ഉടനെ ചോദിക്കുന്നു, ഇബ്രാഹിം നദമല്ലേ, എവിടെയാണ് എന്റെ ഉപ്പ? എനിക്കൊന്ന് കാണണം, ഉപ്പയോടുകൂടെ ഒരുമിച്ച് കൂടണം. ഉപ്പ ഈ മക്കയിൽ തന്നെയുണ്ട്. നിങ്ങൾ ഉപ്പാൻ അന്വേഷിച്ച് വരേണ്ടതില്ല, നിങ്ങൾക്കൊരു സലാം പറഞ്ഞിട്ടുണ്ട്. സലാം മടക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഉപ്പ ദ്വാരക്കുന്നുണ്ട്. മകൻ ഒരുപാട് ഉപ്പാക്ക് ദുആ ചെയ്തു കൊടുത്തു. അള്ളാഹുവിനോട് പറഞ്ഞൊരു വാക്കല്ലേ, ആ വാക്ക് മാറ്റാൻ പറ്റൂലല്ലോ. ഉമ്മമാരെ ചിലപ്പോഴൊക്കെ മക്കൾക്ക് അസുഖം വന്നിട്ട് നേർച്ചയാക്കും. ആ നേർച്ചയാക്കുന്നത് പിന്നീട് അസുഖം മാറിയാല് മനസ്സിൽ വന്നിട്ട് ശൈത്താൻ പറയും, നിങ്ങൾ ഇങ്ങനല്ലേ പറഞ്ഞത്, ഒന്നുകൂടി ഉസ്താദിനോട് ചോദിച്ചു നോക്കിയേ, ഇന്ന് മാറ്റം കിട്ടുമോ, വല്ലത് കുറവും കിട്ടുമോ, വല്ല മാറ്റവും കിട്ടുമോ? എന്താ നേർച്ചയാക്കിയത്? ഈ മകന്റെ അസുഖം മാറാൻ വേണ്ടി നേർച്ചയാക്കിയ ഉമ്മ പറഞ്ഞു, മകന്റെ അസുഖം മാറിയാൽ
ഈ മകനെയും കൂട്ടിയിട്ട് ഞാനങ്ങ് ഉംറക്ക് പോകും. സുബ്ഹാനല്ലാഹ്, ചെറിയ നേർച്ചയൊന്നല്ല, വലിയ നേർച്ചയാക്കിയത്. അങ്ങനെ തന്നെ ചെയ്യണോന്ന് ഉസ്താദിനോടൊന്ന് ചോദിച്ചു നോക്കൂ. ഉസ്താദിനോട് വെച്ചപ്പോ ഉസ്താദ് പറഞ്ഞു അങ്ങനെ തന്നെ ചെയ്യണം. ഉസ്താദേ, അത് മാറ്റല്ലേ, ഞാൻ അങ്ങനെ നിശ്ചയിച്ച് പറഞ്ഞത്, നിങ്ങൾ എങ്ങനെ പറഞ്ഞതാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം. അപ്പൊ ഇബ്ലീസ് വന്നിട്ട് പറയുന്നത്, ആ ഉസ്താദ് പറഞ്ഞു അങ്ങനെ വേറെ ഉസ്താദ് ചോദിച്ചു. ആ ഉസ്താദ് അങ്ങനെ പറഞ്ഞ ഇബ്ലീസ് വന്നിട്ട് പറയും, ഈ ഉസ്താദ്മാർ പറഞ്ഞു നോക്കണ്ട, അവിടെ ഉണ്ട് ഒരു ഉസ്താദ്, അവിടെ പോയി ചോദിച്ചു നോക്കിയത്. അങ്ങനെ പിന്നെ ഉമ്മത്തിന്മാർക്ക് ഏത് ഉസ്താദോടും ചോദിക്കണ്ട, എല്ലാ ഉസ്താദ്മാരും മറുപടി ഒന്നെ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, എന്ത് ചെയ്യണപ്പോ? ഉംറക്ക് പോകണോ? വേറെന്താ മാർഗം? ഈ കുട്ടിന്റെ അസുഖം മാറിയാൽ കുട്ടിയെയും കൂട്ടിട്ട് ഉംറക്കൂന്നല്ലേ പറഞ്ഞത്? ഉംറക്ക് പോകണം, അതിന് കഴിവുണ്ടാകാൻ ദ്വാർക്കണം. നിങ്ങൾക്ക് അപ്പ കഴിവില്ലെങ്കിൽ ശേഖരിച്ച് ആ വഫാ, ആ കരാറ് പൂർത്തിയാക്കണം. മാറ്റം പാടില്ല. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ വലിയൊരു മഹത്തല്ലേ അത്? വഇബ്രാഹിമല്ലദീ വഫാ, പറഞ്ഞ വാക്ക് അക്ഷരാർത്ഥത്തിൽ പാലിച്ച മഹാനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. 86-ാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിനെ താരാട്ട് പാടിയിട്ട് വീട്ടിലൊക്കെ സുഖിച്ച് ഇങ്ങനെ കളിച്ച് ആ കുഞ്ഞിന്റെ കൂടെ രസം പങ്കിടുന്നതിന് പകരം അല്ലാഹു തആലാന്റെ കൽപ്പന വന്നു, ഈ കുട്ടിയെയും കുടുംബത്തെയും പരിശുദ്ധമായ കഅബന്റെ ചാരത്ത് കൊണ്ടുപോയി താമസിപ്പിക്കണം. അത് പിന്നെ അവിടെ നിങ്ങൾ ജോലി എടുത്ത് കൂടാൻ പറ്റൂല, അവിടെ ആക്കിയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് പോരണം, അവരവിടെ നിൽക്കണം. അങ്ങനെ തന്നെയല്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്തത്? നല്ല മാറ്റം ഉണ്ടായോ? ആ കൽപ്പന അക്ഷരം പ്രതി അംഗീകരിച്ചു. അങ്ങനെയാണോ റബ്ബേ? അങ്ങനെ തന്നെ, വേറെ ഒരു മാർഗവുമില്ല, വേറൊരു മാർഗം സ്വീകരിക്കാൻ ഒരുക്കമില്ല, ചേഞ്ചും വരുത്താൻ ആഗ്രഹമല്ല. പറഞ്ഞ വാക്ക് അങ്ങനെ തന്നെയാണ്, അതിനൊരു മാറ്റല്ല. മഹാന്മാരൊക്കെ അങ്ങനെയാ. ആസിം ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ വേട്ടയാടാൻ വേണ്ടി വന്നു മക്കയിൽ വെച്ച്. മഹാനവർകൾ അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹുവേ, നിന്നോട് ഞാൻ ചെയ്ത ഒരു കരാറുണ്ട്, നിന്നോട് ഞാൻ ചെയ്തൊരു വാക്കുണ്ട്. എന്താണ് ആ വാക്ക്? ഒരൊറ്റ മുശ്രിക്കിനും എന്റെ ശരീരം ഞാൻ കീഴ്പ്പെടുത്തി പോകൂല, ഒരൊറ്റ മുശ്രിക്കും എന്റെ ശരീരം തുടരുത്, ഒരു മുശ്രിക്കിന്റെ കീഴിലും നിന്നു പോകാൻ എനിക്ക് കഴിയൂല. നിന്നോട് ഞാൻ ചെയ്തൊരു കരാറാണ്, ഞാൻ അധ്വാനിച്ച നിന്റെ ദീനിന് വേണ്ടിയല്ലേ, അതുകൊണ്ടൊരു മുശ്രിക്കിന്റെ കീഴിൽ, കരാറിന്റെ കീഴിൽ ഇറങ്ങാൻ എനിക്ക് കഴിയൂല അല്ലാഹ്. താഴ്ഭാഗത്ത് നിൽക്കുന്ന മുശ്രിക്കുകള് ഒരു ഗുഹയെപ്പോലെ കുന്നിന്റെ ഒരു ഭാഗത്ത് നിൽക്കുന്ന ആസിം ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് അമ്പെയ്ത്ത് നടത്തി മഹാനവർകളെയും 6 പേരെയും അവിടെ വെച്ച് വധിച്ചു കളഞ്ഞു. റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ഒരു വാക്ക് പറഞ്ഞു, ആ വാക്ക് അതാ മഹാനവർകൾ പാലിച്ചു. അങ്ങനെയല്ലേ അല്ലാഹുവിനോടുള്ള കരാറ്? ആ കരാറ് പാലിക്കുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല പാലിക്കുന്നവർക്ക് ബഹുമാനം കൊടുക്കും. ഔഫൂ ബിഅഹദി ഊഫി ബിഅഹദികും, നിങ്ങൾ എന്നോടുള്ള വാഗ്ദത്തം പാലിക്കണം, നിങ്ങളോടുള്ള വാക്ക് ഞാനും പാലിക്കും, നിങ്ങളോടുള്ള വാക്ക് ഞാനും പാലിക്കും, നിങ്ങളെ സൂക്ഷിക്കേണ്ടതുപോലെ ഞാൻ സൂക്ഷിക്കും. അതുകൊണ്ടാണ് പിൽക്കാലത്ത് മാസങ്ങൾക്ക് ശേഷം ആസിം ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെയാണ് ശത്രുക്കൾ അവിടെ വധിച്ചത് എന്നുള്ള വിവരം കിട്ടിയപ്പോ മക്കയിലുള്ള മുശ്രിക്കുകൾ പറഞ്ഞു, പലരും പറഞ്ഞു, ആസിം ബിൻ സാബിത്തിന്റെ തല എടുക്കണം, ആ തല നമുക്ക് മക്കയിലേക്ക് കൊണ്ടുവരണം. സുലാഫ എന്ന് പറയുന്ന പെണ്ണ് വിളിച്ചു പറഞ്ഞു, ആസിമിന്റെ തലയോട്ടിയിൽ വെള്ളമൊഴിച്ച് എനിക്ക് കുടിക്കണം, ആ തലയോട്ടി കൊണ്ടുവന്നാൽ വരുന്നവർക്ക് ഞാൻ സ്വർണം കൊടുക്കാം, വരുന്നവർക്ക് ഞാൻ വെള്ളി കൊടുക്കാം, ഉദ്ദേശിക്കുന്ന ദിർഹമും ദീനാറും കൊടുക്കാം. അല്ലാഹുവിനോട് പറഞ്ഞ വാക്ക് അക്ഷരാർത്ഥത്തിൽ പാലിച്ച ആസിം ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ തലയെടുക്കാൻ വേണ്ടി കുന്നിൻ മുകളിലേക്ക് ശത്രുക്കൾ ഇരച്ചു കയറുമ്പോ തേനീച്ചക്കൂട്ടം വന്ന്, കടന്നൽ കൂട്ടം വന്ന് തുരുതുരാ കുത്തിപ്പോയി. അല്ലാഹു കൊടുക്കുന്ന കാവലാണ്. അടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല, ശരീരം തൊടാൻ അവർക്ക് കഴിഞ്ഞില്ല. അവര് പറഞ്ഞു, രാത്രിയാകട്ടെ, രാത്രിയാകുമ്പോ തേനീച്ചയും കടന്നലൊക്കെ പോയി പോകും, നമുക്ക് പെട്ടെന്ന് വന്ന് മുറിച്ചെടുത്ത് കൊണ്ടുപോകാം. രാത്രിയായപ്പോഴോ പുറത്തിറങ്ങാൻ കഴിയാത്ത മഴയാണ്. ഔഫൂ ബിഅഹദിഹി ഊഫി ബിഅഹദികും, എന്നോടുള്ള വാക്ക് നിങ്ങൾ പൂർത്തീകരിക്കണം, നിങ്ങളോടുള്ള കടപ്പാട് ഞാനും പൂർത്തീകരിക്കും. റബ്ബിന്റെ വാഗ്ദാനമല്ലേ. രാത്രി പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല,
രാവിലെ നേരം വെളുത്തവര് പോയി നോക്കുമ്പോ അങ്ങനെ ഒരു ശരീരമോ കൂടെയുള്ളവരുടെ ശരീരമോ തെരഞ്ഞിട്ടെവിടെയും കണ്ടില്ല. പിന്നെയല്ലേ തലമുറിക്കുന്നത്. ശരീരം ഒന്ന് കാണാൻ പോലും അല്ലാഹു അവസരം കൊടുത്തില്ല. അസ്ഹാബുൽ കഹ്ഫ് ഗുഹയുടെ ഉള്ളിലേക്ക് കടക്കുമ്പോ അല്ലാഹുവോട് ദ്വാരുന്നില്ല, പടച്ചോനെ റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യി ലനാ മിൻ അംരിനാ റശദാ. നിന്റെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയാണ് റബ്ബേ നാടും വീടും കുടുംബവും സ്വത്തുമൊക്കെ ഒഴിഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരായ യൗവനത്തിന്റെ കിളിർക്കുന്ന പ്രായത്തിൽ, കൗമാര പ്രായത്തിൽ ഞങ്ങൾ വന്നത്. അതുകൊണ്ട് നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നീ തരണം. ആരും വന്നിട്ട് ഞങ്ങളെ ശരീരത്തിൽ തൊടാനോ ഞങ്ങളെ കൊണ്ടുപോകാനോ ഞങ്ങളെ ഇഞ്ചിഞ്ചായി മുറിക്കാനോ നീ അവസരം കൊടുക്കരുത് അല്ലാ. അവര് രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് പോന്ന ദഖ്യാനൂസ് എന്ന് പറയുന്ന